89.6 FM സർഗക്ഷേത്ര 89.6 FM ഇനിയുള്ള 3 മണിക്കൂർ ആർജെ ദിവ്യ കൂടെയുണ്ട്. സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പലതാണ്. ചിലർക്ക് അത് വെറും ഒരു വിനോദമായിരിക്കും. എന്നാൽ ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന 6 പേർക്ക് സംഗീതം ശരിക്കും പറഞ്ഞാൽ ഒരു ശ്വാസമാണ്, ജീവിതമാണ്, പിന്നെ അവരുടെ സൗഹൃദത്തിന്റെ ഐഡിയൽ തന്നെയാണ്. ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മുന്നിലിരിക്കുന്ന 10,000-ങ്ങളെ തങ്ങളുടെ വിരത്തുമ്പിലൂടെ താളം കൊണ്ട് തളയ്ക്കാനും തളച്ചിടാനും കെൽപ്പുള്ള ഒരു കൂട്ടം യുവ പ്രതിഭകളെയാണ് നമ്മൾ ഇമ്മിണി വലിയൊരാളിലൂടെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്നത്തെ ദിവസം തന്നെ ഇവരെ പരിചയപ്പെടുത്താൻ ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. വേൾഡ് മ്യൂസിക് ഡേ ആണ് ഇന്ന് ഞായറാഴ്ച ജൂൺ 21 നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിലേക്ക് ഞാൻ ഈ ഒരു വലിയൊരു ഗ്യാങ്ങിനെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. റൂട്ട് 66 സ്വാഗതം സർഗക്ഷേത്രയിലേക്ക്. അങ്ങനെ ഗംഭീരമായിട്ട് ഒരു കയ്യടിയോടുകൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഈ തുടങ്ങുമ്പോഴേ ആദ്യം തന്നെ പറയാനുള്ളത്, റൂട്ട് 66 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 6 പേര് എത്തിയിട്ടുണ്ട്. ഈ 66 പേരുണ്ടോ? ഇല്ല, അത് പ്രോഗ്രാമിന് പോകുമ്പോഴേ ഉള്ളൂ. അത് ഗംഭീരമായിട്ടാ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളുടെ പരിപാടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജനക്കൂട്ടമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, എന്താണ് ഈ റൂട്ട് 66 എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്കെല്ലാവരും ഒന്ന് പരിചയപ്പെടാന്നേ. അപ്പോൾ പേരും അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് ഈ ബാൻഡിൽ കൈകാര്യം ചെയ്യുന്ന മ്യൂസിക്കൽ വെപ്പൺ ഏതാണെന്നൂടെ അങ്ങോട്ട് പറഞ്ഞോ. അപ്പൊ നമുക്ക് ഒരറ്റത്തുനിന്ന് തുടങ്ങാം. നമസ്കാരം. ഹലോ, എൻ്റെ പേര് ഷൈൻ. ഞാൻ ഈ ബാൻഡിലെ കീബോർഡിസ്റ്റ് ആണ്. എന്റെ ദൈവമേ, അപ്പൊ കട്ടകളിൽ കൂടെയാണ് കുട്ടി. അതെ 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 അതെ, കട്ടകൾ കൂടെ. ഓക്കെ, അപ്പൊ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരാളാ തന്നെ. അതെ അതെ. ഓക്കെ, അടുത്ത ആളിലോട്ട് പോരട്ടെ. എന്റെ പേര് ചിക്കു, ഗിറ്റാറിസ്റ്റ് ആണ്. ഗിത്താറാണ്. ഓക്കെ, ഗിത്താർ വെസ്റ്റേൺ ആണോ? വെസ്റ്റേൺ തന്നെയാണ്. ഓക്കെ, അടുത്ത സൈഡ് നമുക്ക് ഒരാളെ പരിചയപ്പെടാം. പറയൂ. എന്റെ പേര് അതുൽ. അതുൽ ഈ ബാൻഡിലെ വയലിനിസ്റ്റ് ആണ്. എങ്ങനെ, ക്ലാസിക് ആണോ അതോ? ക്ലാസിക്കലാണ് പഠിച്ചത്. ഓക്കെ, ക്ലാസിക്കൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഗംഭീരമായിട്ട് പോട്ടെ. അടുത്ത ആള്. ഹായ്, എന്റെ പേര് ഗിച്ചൻ. ഞാൻ ഡ്രമ്മറാണ് ഈ ബാൻഡില്. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ സംസാരിച്ചപ്പോ ഡ്രമ്മറിന്റെ ആ ഒരു ഫുൾ വൈബിലാണ് ബാക്കിയുള്ളവരൊക്കെ സംസാരിച്ചിട്ട് ഡ്രമ്മറിന്റെ അടുത്തോട്ട് വന്നപ്പോ ഹലോ ഞാൻ ഗിച്ചിൻ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ തന്നെയാണോ എപ്പോഴും ടീമില്? ഇതുപോലെ തന്നെയാണോ ഗിച്ചിൻ? അതെ അതെ. അല്ല, അവൻ അങ്ങനെയല്ല. ഓക്കെ, അടുത്ത ആള് വരട്ടെ. എന്റെ പേര് എബിൻ. ഞാൻ ബേസ് ഗിറ്റാറിസ്റ്റ് ആണ്. ബേസ് ഗിറ്റാറിസ്റ്റ് ആണ്. ആദ്യം തന്നെ ഒരു ക്വസ്റ്റിലേക്ക് അങ്ങ് പോട്ടെ. എന്താണ് ഈ ബേസ് ഗിറ്റാർ എന്ന് പറഞ്ഞേ? നമ്മുടെ ഒരു പ്രോഗ്രാമിന് ഫുൾ അതിന്റെ ഒരു പഞ്ച് കൊടുക്കുന്ന ഒരു സാധനമാണ് ബേസ് ഗിറ്റാർ. ഓ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട് 66ന്റെ മൊത്തത്തിൽ പഞ്ച് ഏറ്റെടുക്കുന്ന ആളാണ്. അതെ അതെ. ഒരു ബേസ് ഗിറ്റാറിസ്റ്റിന്റെ ഡ്യൂട്ടി എന്താന്ന് മിക്കവാറും ഓഡിയൻസിന് മനസ്സിലായിട്ടുണ്ടാവൂല. അത് ബേസ് ഗിറ്റാറിസ്റ്റ് തെറ്റിച്ചാലും ആരും അറിയാൻ പോകില്ല. ഓക്കെ, അങ്ങനെയല്ല. നമ്മള് പ്രോഗ്രാമിന് നിൽക്കുമ്പോ എല്ലാവരും നോക്കി എന്താണ് ഈ ചെയ്യണത്, ഒന്ന് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. പക്ഷെ മ്യൂസിക്കലി നമ്മൾ അതിനെ അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാവും എന്താണ് ബേസ് ഗിറ്റാറിസ്റ്റ്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, നമ്മൾ ഇന്ന് ഇമ്മിണി വലിയൊരാളിലൂടെ ഏറ്റവും കൂടുതൽ അറിയാൻ പോകുന്നതും അതിനെ പറ്റി തന്നെ ആയിരിക്കും. നമ്മൾ അടുത്ത ആളിലേക്ക് പോകുമ്പോൾ, ഹലോ നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് ഷൈബിൻ. ഞാൻ ഈ ബാൻഡിന്റെ സിംഗറാണ്. അതുപോലെ തന്നെ ഞാൻ മാത്രമല്ല, ഈ ബാൻഡിൽ 6 പേരുള്ള 6 പേരും മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഷൈൻ കീബോർഡ് മാത്രം ചെയ്യുന്ന ആളല്ല, വോക്കലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അതിൽ വോക്കലിസ്റ്റ് ആണ്, കീബോർഡിസ്റ്റ് ആണ്, അങ്ങനെ കുറെ ഇസ്റ്റുകൾ കൂടിയുള്ള ആളാണ്. പിന്നെ ഗിച്ചി ഡ്രമ്മർ ആണെങ്കിലും അവനും കീബോർഡ് വായിക്കുന്ന ആളാണ്. ഗിറ്റാറിസ്റ്റ് നമ്മുടെ എബിൻ കീബോർഡും വായിക്കും, ഗിറ്റാർ വായിക്കും. അപ്പൊ എല്ലാവരും മൾട്ടി ടാസ്കിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഒരാളിൽ ഒരു ഇതിൽ ഒതുങ്ങിയിരിക്കുന്നവരല്ല. യെസ്, അപ്പോൾ ഇന്ന് കറക്റ്റ് ആൾക്കാരെ തന്നെയാണ് നമ്മുടെ വേൾഡ് മ്യൂസിക് ഡേയിൽ ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രമേ പറയുള്ളൂ, ഇന്ന് നമുക്ക് മൊത്തത്തിൽ അടിച്ചു പൊളിക്കണം. നിങ്ങളുടെ ബാൻഡിന്റെ ലൈവ് പ്രോഗ്രാം പോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ഇന്നത്തെ ഇവിടുത്തെ 3 മണിക്കൂറത്തെ ഇമ്മിണി വലിയൊരാളും. റെഡി അല്ലേ? ഓക്കെ, ഇവരെല്ലാവരും ഡബിൾ സ്ട്രോങ് ആണ്. ഇന്ന് നമുക്കൊരു പാട്ട് കേട്ടിട്ട് അങ്ങ് ഗംഭീരമായിട്ട് തുടങ്ങാം. ഇത് സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ആർജെ ദിവ്യാണ്. ആർജെ ദിവ്യയുടെ കൂടെ 6 ചുണക്കുട്ടന്മാരും എത്തിയിട്ടുണ്ട്. അവരുടെ മനസ്സ് നിറയെ മ്യൂസിക്കാണ്. ആ മ്യൂസിക്കിന്റെ ആ ഒരു ഒത്തൊരുമയ്ക്ക് ഒരേ ഒരു പേര് മാത്രമേ ഉള്ളൂ, റൂട്ട് 66. ആ ഒരു റൂട്ട് 66 എന്നുള്ള ഒരു ബാൻഡ് തന്നെ അങ്ങനെ ഗംഭീരമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മളുടെ വേൾഡ് മ്യൂസിക് ഡേക്ക് നമ്മൾക്ക് തന്നിരിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു അത്രയും തിരക്കേറിയ സമയത്തിൽ നിന്നും ഒരു 3 മണിക്കൂർ നമുക്ക് തന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഷൈൻ, ചിക്കു, അതുൽ, ഗിച്ചി, എബിൻ,
ആൻഡ് ഷൈബിൻ. യെസ്, അങ്ങനെ നമ്മുടെ 6 ചുണക്കുട്ടികൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു ചോദ്യം തന്നെ ആയിരിക്കും. ഞാനും കൂടെ ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും ഉഷാറല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ ഉഷാറായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഈ റൂട്ട് 66 ഈ ഒരു കൂട്ടുകെട്ടിന്റെ തുടക്കം എങ്ങനെയാണ്? ആ ഒരു പേര് എങ്ങനെ വന്നു? ആരാ പറയാൻ പോന്നെ? അതുലാണോ? അതുലേ പറയങ്ങോട്ട്. പേര് വന്ന കഥ പറയുന്നതിന് മുമ്പേ ഞങ്ങളെല്ലാവരും ഒരുപാട് വർഷമായിട്ട് പരിചയമുള്ളവരാ. ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഷൈബിനെയാണ്. അപ്പൊ ഞാൻ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളൊരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഷൈബിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പാട്ടുകാരൻ. ഓക്കെ. അങ്ങനെ ഞങ്ങള് ബാൻഡ് സ്റ്റാർട്ട് ചെയ്തു, പ്രാക്ടീസ് ഒക്കെ തുടങ്ങി. പക്ഷെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് വേണം അന്നത്തെ ആ ഒരു അറിവില്ലായ്മ കൊണ്ട് അത് മുന്നേ മുങ്ങിപ്പോയി. പിന്നെ എല്ലാവരും ഓരോരോ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഞാനും ഷൈബിനും ഒരു ധ്യാന കേന്ദ്രത്തില് പാട്ട് പാടാൻ പോയി. ഞങ്ങള് ധ്യാന കേന്ദ്രത്തിൽ പാട്ട് പാടാൻ. ഇൻട്രസ്റ്റിംഗ്. അതെ, പക്ഷെ ഒന്നും വെറുതെ ആവില്ല. അതായത് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയപ്പോ എന്റെ പ്രോജക്റ്റ് ഒരു ക്രിസ്മസ് പാട്ടായിരുന്നു. അത് കേട്ടിട്ട് അവിടുത്തെ അച്ഛൻ എടാ നീ പാടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ പാടാനായിട്ട് വിളിച്ചു. ഏത് ഷൈബിന്റെ ഉള്ളിലെ ഗായകനെ തിരിച്ചറിഞ്ഞ അച്ഛൻ? അല്ല, അതിനു മുമ്പ് തിരിച്ചറിഞ്ഞായിരുന്നു? അറിയാം, ഓൾറെഡി അറിയാം. അപ്പം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നുള്ളത് പുള്ളിക്ക് അറിയില്ല. ഓക്കെ. അപ്പം സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പ്രോജക്റ്റ് ഒരു പാട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ ഞാനൊരു ക്രിസ്മസ് സോങ് ഇറങ്ങി. അന്ന് ഒരു 2018 ആ ഒരു സമയത്ത് അത് 10-11,000 പേര് കണ്ടു പാട്ട്. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം അച്ഛൻ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പം എൻ്റെ പരിചയത്തിലുള്ള മ്യൂസിക് കുറച്ചും കൂടെ നോളജ് ഉള്ള ആളും ഇതിനെക്കുറിച്ച് കൂടുതൽ കീബോർഡൊക്കെ പ്ലേ ചെയ്യാനും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറച്ച് നല്ല ബേസ് ഉള്ള ആളാണ് അതുല. അപ്പൊ അങ്ങനെ അതുലിനെ ഞാൻ വിളിച്ചു. അപ്പൊ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ധ്യാനങ്ങൾക്കൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ ഞങ്ങള് ധ്യാനം എന്ന് പറയുമ്പോ ഞങ്ങള് ഭയങ്കര വൈബായിട്ടാ പോകുന്നത്. അപ്പൊ യൂത്ത് റിട്രീറ്റ് ഉണ്ട് ബസാലയിൽ എന്ന് പറഞ്ഞിട്ട് അല്ലടാ? ബാക്കി പറ. ബസാലയില് ഞങ്ങൾ പിന്നെ ചെറുപ്പക്കാരായതുകൊണ്ട് ഞങ്ങൾ പുതിയ ഒരു സ്റ്റൈലില് മ്യൂസിക്കൊക്കെ അവിടെ അവതരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ കാലം മുന്നോട്ട് പോയി. ഞാനും ബാംഗ്ലൂർ പഠിക്കാൻ പോയി. അപ്പൊ കാലഘട്ടം പോകുന്നതനുസരിച്ച് എല്ലാവരും അറിവ് ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരുന്നു. പിന്നെ നാട്ടിൽ വന്നു. ഞങ്ങൾ പിന്നെയും 1-2 ബാൻഡുകൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി, ഒന്നും ശരിയായില്ല. പിന്നെ കൊച്ചു പ്രോഗ്രാമുകളായിട്ട് ബാൻഡ് അല്ലാണ്ട് നമ്മൾ ഒരു പ്രോഗ്രാമിന് ഒത്തുകൂടി പോകാൻ തുടങ്ങി. അതിനുശേഷം ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു ബാൻഡ് അല്ല ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുറേ പേര്, അപ്പോൾ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേര് എൻ്റെ അകത്ത് വന്നു. അങ്ങനെയാണ് ഞാൻ ഷൈനെ, കീബോർഡ് വായിക്കുന്ന ഷൈനെ, ഗിറ്റാർ വായിക്കുന്ന ചിക്കുവിനെയൊക്കെ പരിചയപ്പെടുന്നത്. പക്ഷെ ഇവരെല്ലാവരും നമ്മൾ എപ്പോഴൊക്കെയോ ഏതൊക്കെയോ പ്രോഗ്രാമിന് വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളല്ല അതിന് വന്ന് ഒത്തുകൂടി കുറച്ച് റിഹേഴ്സലൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ പിന്നെ കൂട്ടായി. എന്നാൽ ഞങ്ങൾക്ക് ഒരു പുറമേ നമുക്ക് അതൊരു വർഷിപ്പായിരുന്നു രൂപതയുടെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ പുറമേ ഒരു ബാൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താണ് ഈ റൂട്ട് 66. അങ്ങനെയാണ് റൂട്ട് 66ലേക്ക് എത്തുന്നത്. അപ്പൊ 4 പേര് ആഡായി. പിന്നീട് ഒരുപാട് പേര് അതിൽ വന്നു. ഫ്ലൂട്ട് വായിക്കുന്ന അർജുൻ വന്നു, പക്ഷെ അവരെ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലേ. പിന്നെ നാദസ്വരം വായിക്കുന്ന ഒരു പയ്യൻ വന്നു. പിന്നെ നമ്മളെ ആവശ്യം അനുസരിച്ച് നമ്മൾ ആൾക്കാരെ ആഡ് ചെയ്ത് വന്നു. ഒരുപാട് പാട്ടുകാർ പിന്നെ വന്നു. ഓക്കെ, റൂട്ട് 66ലേക്ക് ഓരോരുത്തരും പടിപടിയായി എന്താ ആഡ് ആയിക്കൊണ്ടിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇപ്പോൾ ആ ഒരു ബാൻഡിനെ ഒറ്റക്കെട്ടോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതെ. ഓക്കെ, ഇത് ഇമ്മിണി വലിയൊരാളാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വേൾഡ് മ്യൂസിക് ഡേ ആയിട്ട് സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി വലിയൊരാള് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. RJ ദിവ്യാണ് കൂടെ ഉള്ളത്. RJ ദിവ്യയുടെ കൂടെ റൂട്ട് 66 ഉണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവർക്കും ഒരേ മ്യൂസിക് ടേസ്റ്റ് തന്നെ ആയിരിക്കില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ഓരോരോ ടൈപ്പ് മ്യൂസിക് ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉള്ളത്. കീബോർഡ് വായിക്കുന്ന ഷൈനിലേക്ക് പോവുകയാണ്. ഷൈനെ, എന്തുകൊണ്ട് കീബോർഡ്? അതിനെ പറ്റി പറയാൻ. കാരണം ഞാൻ ഏറ്റവും ആദ്യം പഠിച്ചത് കീബോർഡാണ്. കീബോർഡിൽ നിന്നും മാറാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ പപ്പ കീബോർഡ് വായിക്കുന്നതായിരുന്നു. അപ്പം പണ്ട് പപ്പ ഇങ്ങനെ പള്ളിയിൽ വായിക്കുന്നത് കണ്ടിട്ടാണ് എനിക്കും കീബോർഡ് വായിക്കാനായിട്ട് കൊതി തോന്നിയത്. അപ്പൊ എനിക്ക് കുറച്ച് ചേട്ടന്മാരുണ്ട്. അപ്പൊ ചേട്ടന്മാരിങ്ങനെ പള്ളിയിൽ വായിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും മിക്കവരും എനിക്ക് തോന്നുന്നു പള്ളിയിൽ നിന്നും ഒക്കെ കുർബാനയ്ക്ക് പോയി ഇങ്ങനെ പാട്ടുപാടി വന്നവരും കീബോർഡ് വായിച്ചവരൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ പപ്പ ഇങ്ങനെ പള്ളിയിൽ വായിക്കുന്നത് കണ്ടിട്ട് ഞാനിങ്ങനെ പോയി സൈഡിൽ പോയിട്ട് ഇങ്ങനെ കൊയറിന്റെ സൈഡിൽ പോയി ഇങ്ങനെ നിൽക്കും കീബോർഡിന്റെ.
അപ്പൊ എന്നിട്ട് ഇങ്ങനെ ഓരോരോ കട്ടയിൽ ഇങ്ങനെ ചുമ്മാ തൊട്ട് പോകും കുർബാനയ്ക്കൊക്കെ. അപ്പൊ അപ്പനിങ്ങനെ വഴക്ക് പറയും, കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് അടങ്ങിയിടാ തെറ്റിക്കാടൊക്കെ പറയും. എന്നിട്ട് അപ്പൊ ചേട്ടന്മാര്, അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ചേട്ടന്മാരും ഉണ്ട് വായിക്കാൻ. അപ്പൊ ഓരോ കുർബാനയ്ക്ക് പോകുമ്പോൾ ഓരോരുത്തരാണ് കീബോർഡ് വായിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇത് കണ്ട് അപ്പൊ വീട്ടില് കീബോർഡ് ഉണ്ട്. അപ്പൊ കീബോർഡ് ഇങ്ങനെ വീട്ടിൽ പോയിട്ട് ഞാൻ തൊട്ട് ഓരോ നോട്ട് ഇങ്ങനെ വായിക്കുന്നതും തൊടുന്നതൊക്കെ അപ്പൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പനെങ്ങനെ പയ്യെ പറഞ്ഞു തരാൻ തുടങ്ങി. പിന്നെ ഇതുപോലെ തന്നെ കുർബാനയ്ക്ക് പോയിട്ട് ചേട്ടന്മാർ വായിക്കുന്നത് കണ്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം വായിക്കും എന്നുള്ളൊരു ധാരണയിൽ അപ്പൻ എന്നെ കൊണ്ട് ചേർത്തു കീബോർഡ് പഠിപ്പിക്കാൻ. അങ്ങനെ അവിടെ നിന്ന് പഠിച്ചതും ബാക്കിയുള്ളവർ വായിക്കുന്നത് കണ്ടിട്ടും അതിൽ നിന്ന് പഠിച്ചതും ഒക്കെ ആയിട്ടാണ് ഞാനിവിടെ വരയ്ക്ക് എത്തിയത്. യെസ്, അടുത്ത ആളിലേക്ക് പോവുകയാണെങ്കിൽ ഗിറ്റാറിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? ഗിറ്റാറിലേക്ക് വന്നെന്ന് വെച്ചാൽ കൊച്ചിലെ തൊട്ട് എവിടെയോ ഒരു മെമ്മറി ഉണ്ട്, എവിടേക്കോ ഗിറ്റാർ കണ്ട് മറന്നൊരു ഇതുണ്ട്. അപ്പം ഞാനതിങ്ങനെ വീട്ടിലിങ്ങനെ പറയാൻ തുടങ്ങിയപ്പം അവരിങ്ങനെ ഒരു ടോയ് പണ്ട് മേടിച്ചു തന്നു. അപ്പം ക്രൈസ് ഭയങ്കരമായിട്ട് കൂടി. പിന്നെ ഓരോ പ്രോഗ്രാമൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു ബർത്ത്ഡേക്ക് 3ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ഗിറ്റാർ അക്കസ്റ്റിക് മേടിച്ചു തന്നു. പിന്നെ സ്കൂളിൽ കോകരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കൂടെ ഗിറ്റാർ ഉള്ളതുകൊണ്ട് അങ്ങനെ തുടങ്ങി. പിന്നെ ഇപ്പം ഇനി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ആ ഒരു പഴയ ആഗ്രഹത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോകുന്ന ചിക്കുവിൽ നിന്നും നേരെ ഞാൻ എത്തുന്നത് അതുലിലേക്കാണ്. അതുലെ, ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഷൈബിൻ പറഞ്ഞിട്ടുണ്ട് വോക്കലിസ്റ്റ് ആണ്, അതുപോലെ തന്നെ കീബോർഡ് വായിക്കും, വയലിൻ വായിക്കും, ഈ ഏകദേശം അറിയാവുന്ന ഗിത്താർ വായിക്കും, അങ്ങനെ മൊത്തത്തിൽ അറിയാവുന്ന യുക്ലേലിയും വായിക്കും. എനിക്ക് വയ്യ. അങ്ങനെ ബാൻഡുകളിൽ ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാ നിങ്ങളുടെ വെപ്പൺസിലും കൈവച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് അതുൽ. അപ്പോൾ അതിലെ എങ്ങനെയാണ് ഈ ഒരു മ്യൂസിക് വേൾഡിലേക്ക് അതിലെത്തിയത്? പണ്ട് ഞാനും പള്ളിയിൽ നിന്നാണ് കീബോർഡൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പം പണ്ട് ചേട്ടൻ കീബോർഡ് പഠിക്കാൻ പോയി പള്ളിയിൽ ആദ്യം. അപ്പം ഞാൻ തീരെ കൊച്ചാണ്, 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്നത്. അപ്പം വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നും വിടില്ല. അതുമല്ല, നമുക്കങ്ങനെ അടുത്തൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെ ഒന്നും അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്കന്ന് അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടാനുള്ള ഒരു ഇതുമില്ല. വീട്ടിലും അങ്ങനെ പാട്ടുകാരോ കീബോർഡ് വായിക്കുന്നവരൊന്നുമില്ല. പാട്ട് പാടുന്നവരുണ്ട്, കീബോർഡ് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും കൈകാര്യം ചെയ്യുന്നവരില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ ഒരു ദിവസം ചേട്ടൻ്റെ കൂടെ അവിടെ പോയിരുന്ന്, പക്ഷെ എന്നെ പഠിപ്പിച്ചില്ല. അന്ന് നമുക്ക് സൈക്കിളൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ. അപ്പോൾ പള്ളിയിൽ കുറെ പിള്ളേർ സൈക്കിളായിട്ട് വരും. അപ്പൊ ഞാൻ കൊച്ചായോണ്ട് എന്റെ കാലെത്തത്തില്ലായിരുന്നു സൈക്കിളിൽ. അങ്ങനെ ചേട്ടൻ സൈക്കിളൊക്കെ ചവിട്ടാൻ പോയി. അപ്പൊ എനിക്ക് കാലെത്താത്തോണ്ട് ഞാൻ അവിടെ ഇരുന്ന് കീബോർഡ് പഠിച്ച്. ആ പ്രായത്തിന്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാനത് അവിടെ നിന്ന് കീബോർഡ് പഠിച്ചു. അങ്ങനെ 3-4 ക്ലാസ് തൊട്ട് പള്ളിയിൽ കീബോർഡ് വായിക്കുന്ന. പിന്നെ ഈ ഒരു ബാൻഡിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മള് അവന് വായിക്കാൻ അറിയാത്ത ഇൻസ്ട്രുമെന്റ്സിലായിരിക്കും എല്ലാവർക്കും കണ്ണ്. നമ്മളൊരു പരിപാടിക്ക് വരുന്നാലും വേറെ ഇൻസ്ട്രുമെന്റ്സ് പോയിരുന്ന് വായിക്കാന്നുള്ള ഒരു സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ ഞാൻ ഗിറ്റാർ, ഷൈബിൻ എന്നെക്കാളും പിന്നെ ഗിറ്റാർ, അങ്ങനെ ഞാൻ ഗിറ്റാർ കണ്ട് ഞാൻ ഗിറ്റാർ പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഗിറ്റാർ കുറച്ചാൾ പഠിച്ച് യൂട്യൂബൊക്കെ നോക്കി അത് പഠിച്ച് ഗിറ്റാർ പഠിച്ചതിന് അതേപോലെ തന്നെ അതേ സംഭവം. പിന്നെ വയലിൻ കണ്ട് വയലിൻ ഒരു പ്രാവശ്യം ടി വിക്കകത്ത് ഇങ്ങനെ ആരോ വയലിൻ വായിക്കുന്ന വീഡിയോ ഉണ്ടെന്ന് പോയി വയലിൻ ചേർന്നു. പക്ഷെ അത് ആ മടിയൊക്കെ കൊണ്ട് വയലിൻ ഭയങ്കര മടി പിടിക്കാണ്. അതെ, ഞാനും കേട്ടിട്ടുണ്ട് വയലിൻ പഠിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ക്ഷമ വേണമെന്ന്. അതുകൊണ്ട് ഞാനൊന്ന് പയറ്റി നോക്കാൻ ശ്രമിച്ചു, പക്ഷെ നിർത്തിയായിരുന്നു. ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് കുറച്ച് പഠിച്ചാലും നന്നായിട്ട് സൗണ്ട് വെപ്പിക്കാം. വയലിൻ നമുക്ക് അങ്ങനെ സൗണ്ട് വെപ്പിക്കണമെങ്കിൽ ഒരു 5-6 വർഷം നമുക്ക് ആരെങ്കിലും ഒക്കെ പറ്റിക്കാം. പക്ഷെ ഇതിൽ പറ്റത്തില്ല, ഇതിൽ നമ്മൾ പറ്റിക്കപ്പെടും. ഓക്കെ, അങ്ങനെ വയലിൻ പഠിക്കാൻ പോയി, അത് ഉപേക്ഷിച്ച് ഡിഗ്രി പഠിക്കാൻ പോയ സമയത്ത് ഈ മ്യൂസിക് ടേസ്റ്റിനെ ഒന്ന് മാറ്റി നിർത്തിയായിരുന്നു. ഇല്ല, ഓഡിയോ എഞ്ചിനീയറിംഗ് തന്നെ പഠിക്കാം. മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട് തന്നെ പഠിക്കാൻ പോയി. പിന്നെ കോളേജ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചു വന്ന സമയത്ത് പിന്നെ ഞാൻ ചുമ്മാ വയലിനടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കൂടെയുള്ള വേറൊരു വയലിനിസ്റ്റ് ഉണ്ട്, അഭിനന്ദ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ചുമ്മാ പ്രാക്ടീസ് ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് അവനെ ഒരു പരിപാടിക്ക് വിളിച്ചു. പക്ഷെ അവനെ കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനായി. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ മനസ്സിലാക്കി നമ്മൾ പല ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ വെറുതെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല, നമ്മളൊന്നിലും നന്നാവില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അപ്പോൾ വയലിൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് വയലിൻ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. ഇപ്പോൾ ആരുടെയും കുറവ് വന്നു കഴിഞ്ഞാൽ ഗിറ്റാറോ കീബോർഡോ വായിക്കും. പക്ഷെ വയലിനാണ് ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പാട്ടും പാടും. ഓ, എനിക്ക് വയ്യ. ഇവിടെ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം പറയാൻ തോന്നിയത് എന്താ അറിയോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര പ്രോത്സാഹനമാണ്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഇന്നാൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അവൻ ചെയ്ത് തെറ്റിക്കുന്നത് ഞങ്ങൾക്ക് പരസ്പരം കാണണം. അതുകൊണ്ടല്ല കേട്ടോ, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പാടുന്നവരും ചുമ്മാ ഗിറ്റാർ വായിക്കുന്നതുകൊണ്ടും അല്ല, അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് അത് പറഞ്ഞു. യെസ്, ചിലവരിൽ ചില ഫോക്കസ് ചെയ്ത് ചില കഴിവുകൾ ഉണ്ടാവും.
അതിനുപരിയായിട്ട് അവരെ എവിടെ ഹുക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കുന്നവർ അല്ലെ നമുക്ക് പരിചയമുള്ളവർ പറഞ്ഞു കൊള്ളുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും 3 പേരെ നമ്മളിപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റൂട്ട് 66ന്റെ 3 നെടും തൂണുകളെ നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അടുത്ത 3 പേര് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പറയാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പായിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാം. ഇത് ഇമ്മിണി വലിയൊരാളാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ദേ ഇമ്മിണി വലിയൊരാൾ ഇവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ, അതായത് RJ ദിവ്യയുടെ കൂടെ നമ്മളുടെ സ്വന്തം റൂട്ട് 66ലെ 6 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ 6 മ്യൂസീഷ്യൻസ് ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. നമ്മൾ 3 പേരെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ 3 പേരെ പരിചയപ്പെടാനുണ്ട്. അതിൽ ഇനി നമ്മളുടെ സ്റ്റൈൽ ആൻഡ് റോക്ക് ആയിട്ടുള്ള ഒരു വെപ്പൺ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് പറയാ, അതായത് ഞാൻ കാണുമ്പോൾ ഒരു സിമ്പിൾ ക്യൂട്ട് പാവം പയ്യനായിട്ടൊക്കെ തോന്നുമെങ്കിലും പക്ഷെ ഡ്രംസിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പുലിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സത്യമാണോ? അല്ലല്ല, ഇതൊക്കെ ചുമ്മാ തള്ളി മറിക്കുന്നില്ല. ഇത് കുറച്ച് തള്ളി മറിക്കുന്നതാണ്. എന്നാ പറഞ്ഞാട്ടെ, എങ്ങനെയാണ് കറക്റ്റ് ഡ്രമ്മിലേക്ക് എത്തി? എന്റെ ജേണി, ഞാൻ കൊച്ചിലെ ഭയങ്കര കുരുത്തം കെട്ടവനായിരുന്നു. അപ്പൊ വെറുതെ നിക്കത്തില്ല. ഇപ്പോഴും മാറ്റമൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോ മമ്മി പണ്ട് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ എന്നെ ഞാൻ പറയട്ടെ, ഈ കഥ ഞാൻ പറയട്ടെ. ഉള്ള പാത്രം എല്ലാം എടുത്ത് വെച്ചിട്ട് തവിയും കൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ അപ്പൊ ഒരു നല്ല ഡ്രം ഒക്കെ വായിക്കുന്ന ആളാവേണ്ടതായിരുന്നല്ലേ. പക്ഷെ എനിക്ക് അടി കിട്ടിയോണ്ടാന്ന് തോന്നുന്നു. ഞാൻ നന്നായി. ബാക്കി കഥ പറ. പിന്നെ ഞങ്ങളുടെ ചെറിയ മ്യൂസിക് ഫാമിലിയാ. അപ്പൊ പപ്പയ്ക്ക് ഇതുപോലെ ഡ്രമ്മും ഇതൊക്കെ താല്പര്യമാണ്. ഇത് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ മമ്മി ഇങ്ങനെ പപ്പയുടെ അടുത്ത് പറഞ്ഞു, ഇവനിങ്ങനെ താളം ഉണ്ട്, അപ്പൊ ഒന്ന് പഠിപ്പിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ പപ്പ ആദ്യമായിട്ട് ഡ്രംസ് വാങ്ങി ഞങ്ങൾ പഠിച്ചു. ആദ്യമായിട്ട് പപ്പ ഡ്രംസ് വാങ്ങിച്ച് തന്നത് ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. എത്ര ക്ലാസ്സിലായിരുന്നു? അല്ല, അന്ന് എനിക്ക് 3-4 വയസ്സെന്തോ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്താ. അപ്പം ഒരു രാത്രിയിൽ ഒരു കാറിൽ ഇങ്ങനെ നേരെ ഒന്നും പറഞ്ഞില്ല, സർപ്രൈസ് ആയിരുന്നു. അപ്പൊ രാത്രി ഇങ്ങനെ ഡ്രംസ് കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്ത്. അപ്പൊ ഈ അതിന്റെ ഹൈ ഹൈറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അതിൽ പിടിച്ച് ഇങ്ങനെ സ്റ്റിയറിംഗ് പോലെ ഇങ്ങനെ തിരിച്ച് അപ്പച്ചനൊക്കെ എന്റെ അടുത്ത് വഴക്ക് പറയുന്നതൊക്കെ ഓർമ്മയുണ്ട്. ആ പ്രായത്തിലാണ് ഡ്രംസ് വായിച്ച് തുടങ്ങിയത്. ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. ഇപ്പൊ പ്രായം എത്രയുണ്ട്? ഇപ്പൊ 19 വയസ്സുള്ള ആളാണ് ദേ ഈ ഒരു കിടുക്കൻ ബാൻഡിന്റെ ഡ്രമ്മിസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് അല്ലേ? എന്റെ ദൈവമേ, നമ്മള് ബേസ് ഗിറ്റാർ എന്താണ് എന്ന് പറഞ്ഞു തന്ന, എനിക്ക് പറഞ്ഞു തന്ന, ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്ന ഞങ്ങളുടെ സ്വന്തം ആരാണ്? എബിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എബിനെ, എങ്ങനെ വന്നു ഈ ഒരു ഫീൽഡിലേക്ക്, ഈ ഒരു പ്രൊഫഷനിലേക്ക്? ഞാനും കീബോർഡ് വായിച്ച സ്റ്റാർട്ട് ചെയ്തേ. പള്ളിയിൽ കീബോർഡ് വായിച്ച് എൻ്റെ പപ്പ കൊയറിലുണ്ടായിരുന്നു. പപ്പയുടെ ബ്രദറുണ്ട്, കീബോർഡ് ടീച്ചറാണ്. അപ്പം അപ്പാപ്പനാണ് കീബോർഡിലേക്ക് എന്നെ തുടങ്ങി തന്നത്. അത് കഴിഞ്ഞ് ഒരു ഡിഗ്രി ഒക്കെ വന്നപ്പോഴത്തേക്കാണ് എൻ്റെ പള്ളിയിലൊരു ചേട്ടനുണ്ട്, പുള്ളി ബേസ് ഗിറ്റാർ വായിക്കും. അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര ഒരു സാധനം, ഇത് പഠിക്കണം. അതെ. അപ്പം ഈ കീബോർഡ് ഭയങ്കര കോമൺ ആണല്ലോ, എല്ലാവരുടെ കയ്യിലുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് പഠിക്കാം എന്നുള്ളൊരു സ്കീമിലാണ് ബേസ് ഗിറ്റാർ സ്റ്റാർട്ട് കേൾക്കുന്ന ഷൈൻ. സ്കൂളിൽ പോയിട്ട് പഠിക്കുന്ന പിള്ളേരെ കണ്ടിട്ടായിരിക്കും പഠിക്കണം എന്നൊന്നും ആർക്കും തോന്നിട്ടോ. അല്ല, ഷൈൻ ബേസ് വായിക്കും കേട്ടോ. ഷൈനും നല്ലപോലെ പഠിച്ചു. ഇത് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ, ഇവിടെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിംഗ്. എനിക്ക് കീബോർഡ് യൂസ് വരുമ്പോഴത്തേക്ക് ഷൈനാണ് കീബോർഡ് തരുന്നത്. അല്ല, ഇവൻ വായിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ പോയിട്ട് ബേസ് എടുത്ത് പഠിച്ചത്. ഇവിടെ എല്ലാരും അങ്ങോട്ടും. അല്ല, ബേസ് പഠിച്ചത് എങ്ങനെയാന്ന് വെച്ചാല് നല്ല സ്ട്രഗിളിലാണ്. ലൈക്ക് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കാണല്ലോ. അപ്പം വീട്ടില് ഒബ്വിയസ്ലി മ്യൂസിക് പ്രശ്നമാണ്. അപ്പൊ രാത്രിയില് എല്ലാരും കിടന്നുറങ്ങി കഴിയുമ്പോ കിച്ചൺ ആണ് പറ്റുന്നത്. എല്ലാരും ഉറങ്ങി കഴിയുമ്പോ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഇൻസ്ട്രുമെന്റ് കിച്ചന്റെ ആണ്. എന്നെ ഇറക്കിയൊക്കെ ഓക്കെ. എന്നിട്ട് എല്ലാരും ഉറങ്ങി കഴിയുമ്പോ ഗിറ്റാർ എടുത്തിട്ട് ഹെഡ്സെറ്റ് ഒക്കെ കണക്ട് ചെയ്ത് രാത്രിയിലിരുന്ന് പ്രാക്ടീസ് ചെയ്യും. അതിപ്പോഴും അറിയത്തില്ലെന്ന് തോന്നുന്നു വീട്ടിൽ. അങ്ങനെയാണ്. ഇപ്പൊ ഒരു 3 years ആയുള്ളൂ ബേസിലേക്ക് വന്നിട്ട്. പരീക്ഷയ്ക്ക് മാർക്ക് വരുമ്പോ ഏകദേശം അവർക്ക് ധാരണ വരുമായിരുന്നു അല്ലേ? ഇല്ല, സപ്ലി ഒന്നും ഇല്ല, ഓൾ ക്ലിയർ. പിള്ളേർക്ക് എടുക്കറാന്നേ. അതുപോലെ തന്നെ പഠിത്തത്തിലും അതേപോലെ തന്നെ അവരുടെ പ്രൊഫഷനിലും, അവരെ ഏറ്റെടുത്തിട്ടുള്ള പ്രൊഫഷനിലും അവര് മികച്ചത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കുട്ടികളാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൂട്ടത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു സിംഗറെ തന്നെയാണ്. ഗായക പറഞ്ഞാട്ടെ, എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക്, നമ്മളുടെ സ്വന്തം ബാൻഡിലേക്ക് എത്തിയതിന്റെ കഥയും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് പറഞ്ഞാട്ടെ. അതായത് ഞാൻ ഇവരിൽ ഏറ്റവും മൂത്ത ആള് ഞാൻ. മൂത്താപ്പന. അപ്പൊ ഞാനാണെങ്കിൽ
പാട്ട് പാടാനായിട്ട് തുടങ്ങുന്ന ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതുവരെ ആ പ്രസംഗങ്ങള് നമ്മുടെ ആളാ അങ്ങനെ ആ ഒരു ഏരിയ ആയിരുന്നു എനിക്ക്. അപ്പൊ 5-6 ക്ലാസ് വരെ ഞാൻ ഡിസ്ട്രിക്ട് ലെവലില് സെക്കൻഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് പ്രസംഗത്തിൽ. അപ്പൊ അന്ന് കാണാൻ പഠിച്ചു പോകുന്ന പ്രസംഗം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു വരി തെറ്റിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കും, അവിടെ നിൽക്കും. ബാക്കി നമുക്കത് അന്ന് പക്ഷെ അത് തെറ്റിട്ടില്ല. അത് തെറ്റിട്ടില്ല. തൊട്ട് പറയണം. അതെ, ഒരു മിനിറ്റ് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഓക്കെ. അപ്പം ഈ പാട്ട് ഈ ചെറിയ കുടുംബ കൂട്ടായ്മയൊക്കെ പാടാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം പാട്ട് പാടണം. ഇപ്പം അത്യാവശ്യം പലരും പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടി. പള്ളിയിലൊക്കെ വന്നു. അപ്പൊ ഈ ചങ്ങനാശ്ശേരി അതിരൂപതാ മത്സരങ്ങളിൽ ലൈറ്റ് മ്യൂസിക്കിനൊക്കെ പ്രൈസ് കിട്ടി തുടങ്ങി. അത്യാവശ്യം ലേബലൊക്കെ കിട്ടി തുടങ്ങി. അത് സ്കൂളിലും നാട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും. അപ്പോൾ കൊയറിലെ മെയിൻ മെമ്പറായി, സ്കൂളിലെ മെയിൻ സിംഗറായി. സ്കൂൾ ആനിവേഴ്സറി ആകുന്ന സമയത്ത് പിള്ളേരെല്ലാം വൈബ് അടിച്ച് നിൽക്കാൻ നിൽക്കുകയാണല്ലോ. അന്നേരമായിരിക്കും നമ്മള് ദേവാങ്കണങ്ങളോ സമയമിതപൂർവ്വ സായനോ അല്ലെങ്കിൽ മറ്റേ ഹരിമുരളീരോ പാടുന്നത്. ഇവന്മാര് കൂവില്ലേലും അത്ഭുതമുള്ളൂ. എന്നാലും നമ്മൾ മറ്റേ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മറ്റേ സമയം താനം തവനം ഹൊയ് 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 ഗാനം ഗമനം ആ സാധനമായിരുന്നു. മടുത്തിട്ട് പിന്നെ പ്രോത്സാഹിപ്പിക്കണ്ടെന്ന് ഓർത്തോണ്ട് നമ്മുടെ പാട്ടുകാരല്ലേ പോട്ട് മുളയിലെ നുള്ളണ്ടെന്ന് വിചാരിച്ച് മാത്രം വിട്ടതാണ്. അങ്ങനെ ഓക്കെ, അറിയത്തില്ല നമുക്ക്. അപ്പൊ നമ്മള് ഏറാമന്റെ പാട്ടുകളൊക്കെ കേട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ ഒരു രോമാഞ്ചായിരുന്നു ആദ്യമായിട്ട് ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ. കാരണം വേറെ ലെവല് മിക്സിങ്. അപ്പൊ എനിക്കിത് പറഞ്ഞു തരാനോ അങ്ങനെയുള്ള കൂട്ടുകളോ അങ്ങനെ കഴിവുള്ള ആളുകളോ ഒന്നുമില്ല. അപ്പൊ ഞാൻ +2 കഴിഞ്ഞ് മ്യൂസിക് പ്രൊഫഷൻ ആക്കുന്നതിനെ കുറിച്ച് ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അവര് ചോദിക്കുക എന്തിനാ നീ ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാതെ നടക്കാൻ വേണ്ടി. ശരിയാണ്, ആ സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. അപ്പൊ എനിക്ക് ഈ സമയത്ത് നിരുത്സാഹപ്പെടുത്തും. പക്ഷെ എന്നാലും ഇപ്പൊ ഉള്ള പിള്ളേർ ആരും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. അതാണ് എന്തെങ്കിലും കാണിക്കുന്നത്. അപ്പോ നമ്മളുടെ മുന്നിൽ ഒരു ഗായകനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചുമ്മാ വർത്തമാനം പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ കഥകളൊക്കെ കേട്ട് മാത്രം ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇനി ഞാൻ എങ്ങോട്ടാണ് വരുന്നതെന്ന് ഏകദേശം നമ്മുടെ ഗായകന് മനസ്സിലായി കാണും. ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു 2 വരി അല്ലെങ്കിൽ 4 വരി ദേവാങ്കണങ്ങൾ തന്നെ പാടിക്കും. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമായി. ദൈവമേ, ശരിക്കും പറഞ്ഞാണ്ടല്ലോ 3 മണിക്കൂർ നമുക്ക് ഇദ്ദേഹത്തെ മാത്രം വെച്ചിട്ട് ഇമ്മിണി വലിയൊരാൾ പോകാൻ പറ്റും. കാരണം പാട്ട് പാടുക, കഥകൾ പറയാ, പിന്നെ പാട്ട് പാടിക്കുക. അയ്യോ, ആരും പോകണ്ട. ഓക്കെ, ഇനി നമുക്ക് നേരെ പോകാൻ പറ്റുന്ന ഒരു പാട്ടിലേക്കാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ല് നമ്മുടെ വേൾഡ് മ്യൂസിക് ഡേ ആയിട്ട് നമ്മളുടെ കൂടെ ഒരു കൂട്ടം മ്യൂസിക്കിനെ മാത്രം സ്നേഹിച്ച, മ്യൂസിക്കിനെ നെഞ്ചോട് ചേർത്ത് ഇപ്പോഴും മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന 6 പേരുണ്ട്. ആ 6 പേര് പ്ലസ് ഇവിടെ വരാൻ പറ്റാത്ത കുറച്ചധികം ആൾക്കാരോട് ചേർന്ന റൂട്ട് 66 എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ബാൻഡിലെ നമ്മളുടെ പ്രിയ സുഹൃത്തുക്കളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനിയും ബാൻഡ് എല്ലാവരും കൂടെ ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് പോയ കഥയാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതുലിൻ്റെ അടുത്തേക്ക് പോവാണേ. അതുലെ, നിങ്ങളെല്ലാവരും എന്തായാലും ബാൻഡിലേക്ക് എത്തി. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഓരോരുത്തരും വായിക്കാനുള്ള ഓരോ വെപ്പണും തീരുമാനിച്ചു. ഇനി നിങ്ങൾക്ക് ആദ്യത്തെ പ്രോഗ്രാം എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു ആ പ്രോഗ്രാം തുടങ്ങിയിടം മുതൽ അവസാനം വരെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാട്ടെ. ഓക്കെ, ഞങ്ങളങ്ങനെ ബാൻഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നമുക്ക് ആദ്യത്തെ നമ്മുടെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റേജ് കിട്ടിയാലേ നമ്മളെ തന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് SB കോളേജിൽ അവരൊരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങളോട് പെർഫോം ചെയ്യാമെന്ന് ചോദിച്ചു. ഒരു ബഡ്ജറ്റ് ഒന്നും ഇല്ല, പ്രോഗ്രാം ഫ്രീ ആണ്.
SBയിൽ ഷൈൻ SBയിലാണ് പഠിച്ചത്. അപ്പം ഷൈൻ്റെ കണക്ഷൻ വെച്ചിട്ടാണ് നമുക്ക് SBയിൽ അവർ കോൺടാക്ട് ചെയ്തത്. ഓക്കെ നമ്മളൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്യും. ബാക്കി നമുക്ക് സൗകര്യങ്ങളൊന്നുമില്ല. അവിടെ എന്താണുള്ളത് അത് നമുക്കൊരു എക്സ്പ്ലോർ ചെയ്യാൻ ഒരു സ്ഥലം വേണമല്ലോ. അതെ ബാൻഡിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ റിഹേഴ്സൽ എല്ലാം എടുത്തു. കുറച്ച് നേരത്തെ പ്രോഗ്രാം ഉള്ളായിരുന്നു. ഞങ്ങൾ ഒരു 5-6 പാട്ട്, പിന്നെ ഒരുപാട് പാട്ട് വയലിനേലും അങ്ങനെയൊക്കെ പോയി. പക്ഷെ പരിപാടി നമ്മൾ പ്രതീക്ഷിച്ച പോലെ നന്നായിട്ട് പോയില്ല. ഫസ്റ്റ് പ്രോഗ്രാം പക്ഷെ അത് സൗണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ വന്നില്ല. നമ്മുടെ ബഡ്ജറ്റ് ഒരു പ്രശ്നമായിരുന്നു. നമ്മൾ തന്നെ ഒരുപാട് ആ പരിപാടിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വന്നു. നമ്മൾ സാധാരണ നമ്മളൊരു ബാൻഡ് നമ്മൾ അവിടെ പോയി പെർഫോം ചെയ്തിട്ട് തിരിച്ചു വരിക എന്നുള്ളത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഞങ്ങൾ തന്നെ കുറെ സൗണ്ടൊക്കെ അതിന് വേണ്ടി ആഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ ചെറിയൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ പ്രോഗ്രാം പോയില്ല. പക്ഷെ എന്തുകൊണ്ട് നന്നായെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ആദ്യം തന്നെ പോയി വളരെ അടിച്ചു പൊളിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു അഹങ്കാരം വന്നേനെ പൊതുവെ. പക്ഷെ നമുക്ക് എന്തൊക്കെ എററുകൾ വരാം, നമ്മൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. പിന്നെ അടുത്ത പരിപാടിയെല്ലാം വളരെ നന്നായിട്ടാണ് പോയത്. നമുക്ക് ആ എററുകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്താണ് അടുത്ത പരിപാടികളിലേക്ക് പോയത്. ആ ഫസ്റ്റ് പ്രോഗ്രാമിൽ ആരാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെർവസ് ആയിട്ട് നിന്നതെന്ന് അതിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം. നെർവസ് ആയിട്ട് നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ആയിരുന്നു. ഞാനന്ന് വോക്കലായിരുന്നു. കാരണം എനിക്ക് വയ്യാഴിക ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കാര്യം കണ്ട് ഓടി ക്ഷീണിച്ച്. അതിലേറ്റവും വോക്കൽ നമ്മുടെ മിക്സർ ആയിരുന്നു. നമുക്ക് മിക്സർ അവിടെ ഇല്ലായിരുന്നു. അപ്പം അതിലേട്ടൻ തന്നെയായിരുന്നു മിക്സ് ചെയ്ത ഫുൾ പ്രോഗ്രാം ഫുള്ള് കണക്ഷൻസ് എല്ലാം കൊടുത്ത് അത് മിക്സ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടെല്ലാം ഓടി നടന്ന് ഓൾറെഡി വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങളിലേക്ക്, അതായത് നിങ്ങളുടെ ആ ഒരു ഗ്യാങ്ങിലേക്ക് എത്തിച്ച ഒരാളുണ്ടല്ലോ, ശരിക്കും എന്തായിരുന്നു ഷൈന് പറയാനുള്ള ആ ഒരു ഫസ്റ്റ് പ്രോഗ്രാമിനെ പറ്റിയിട്ട്? എനിക്ക് ബാൻഡ് ഒന്ന് പുറത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു. അതെന്തായാലും സക്സസ് ആയി. സക്സസ്ഫുള്ളി ചങ്ങനാശ്ശേരി ഫുള്ള് നമ്മുടെ ബാൻഡ് അറിഞ്ഞു. അതിലുള്ള സ്പേസ് തപ്പി നടന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ എൻക്വയറി വന്നത്. അപ്പൊ നേരത്തെ ഇങ്ങനെ ഞാനിവിടെ ക്രിസ്മസിന്റെ സമയത്തേക്ക് പിള്ളേരെ ഒന്നും ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് എന്നെ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ചിരുന്നു, പഠിച്ചെടുത്തു. അപ്പൊ അങ്ങനെ പോയപ്പോഴേക്കാണ് സാർ ഇതുപോലെ പറഞ്ഞ അവിടുത്തെ ഇതുപോലെ ഒരു ഫെസ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങളുടെ ബാൻഡ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ടീച്ചേഴ്സിന്റെ ഇടയ്ക്ക്. അപ്പൊ അങ്ങനെ സാർ ഇങ്ങനെ പറഞ്ഞു, എടാ എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ നടത്താം. ഓക്കെ, പക്ഷെ ബഡ്ജറ്റ് കുറവായിരിക്കും. പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല സാർ, ഞങ്ങൾക്കൊരു പ്രൊമോഷൻ ആവുമല്ലോ എന്നുള്ള രീതിക്ക് ചെന്നു. ഓക്കെ, ഞങ്ങള് പ്രതീക്ഷിച്ച പോലെ തന്നെ ഞങ്ങൾ ചെന്നു. നമ്മുടെ ഒറ്റ ലക്ഷ്യമുള്ളൂ എപ്പോഴും, നമുക്ക് ബാൻഡ് ഒന്ന് പുറത്ത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10 പേരെ അറിയിക്കാവൂ പുതിയൊരു ബാൻഡ് ഉണ്ട്. അപ്പം കോളേജിലായതുകൊണ്ട് തന്നെ പിള്ളേർ ഒത്തിരി കാണും. അപ്പൊ ഞങ്ങൾ ചെന്നു. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ സൗണ്ട് കോളേജിലെ സൗണ്ട് തന്നെയായിരുന്നു. നമുക്ക് അധികം ഫണ്ടില്ല ഉള്ളത് കാരണം നമ്മളങ്ങനെ നമ്മളെയും കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മുടെ പരിപാടി ഭംഗിയായിട്ട് അവിടെ ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ എന്നാലും അതിൽ പറഞ്ഞ പോലെ അതിനായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ട് നന്നായെന്ന് ഞങ്ങളും പറയത്തുള്ളൂ. കാരണം അതിൽ നിന്ന് നമുക്ക് അടുത്തൊരു പരിപാടിയിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ എന്തായിരുന്നു കുറവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീടുള്ള അടുത്ത പരിപാടിക്ക് ഞങ്ങളത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. ഇത് ഇമ്മിണി വലിയൊരാളാണ്. സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വേൾഡ് മ്യൂസിക് ഡേ ആയിട്ട് സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി വലിയൊരാള് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. RJ ദിവ്യയാണ് കൂടെ ഉള്ളത്. RJ ദിവ്യയുടെ കൂടെ റൂട്ട് 66 ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന്, അതായത് മെയിൻ ആയിട്ട് നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരാൾ ഗായകനായിരിക്കും. ഈ ഗായകന് ഓരോ പരിപാടിയിലേക്ക് വരുമ്പോഴും ഒരു പേടി ഉണ്ടാവുമല്ലോ. ഈ ശരിക്കും ചിത്ര ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്ര ലക്ഷക്കണക്കിന് പാട്ടുകൾ അല്ലെ 10,000 പാട്ടുകൾ ഞാൻ പാടിയാലും ഒരു ലൈവ് ഷോയ്ക്ക് ഞാൻ സ്റ്റേജിലേക്ക് കയറുമ്പോൾ എനിക്ക് ബാക്ക് സ്റ്റേജിൽ നെഞ്ചിടിപ്പാണ് എന്നുള്ള കാര്യം അത് ഏകദേശം എല്ലാ പ്രശസ്തരായിട്ടുള്ള ഗായകരും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബാൻഡിന്റെ പ്രധാന ഗായകൻ, മെയിൻ സിംഗറായിട്ടുള്ള ഷൈബിന് എന്താ പറയാനുള്ളത്? എനിക്ക് ഈ പറഞ്ഞ ചിത്ര ചേച്ചി പറഞ്ഞ കാര്യമില്ലേ, അതിനോട് ഭയങ്കരമായിട്ടും ഞാനും യോജിക്കുന്നുണ്ട്. കാരണം എനിക്ക് നല്ലപോലെ ആങ്സൈറ്റി ഉള്ള ആളാണ്. അപ്പം പെർഫെക്ഷനിസം ഉണ്ട്. പെർഫെക്റ്റ് ആകണം എന്നുള്ള ചിന്താഗതി കൂടെ പ്ലസ് ആങ്സൈറ്റിയും കൂടെ വന്നു കഴിഞ്ഞാൽ മൊത്തം കുളവും. ഇപ്പൊ കുറച്ച് തന്നെ പാട്ട് പാടുന്ന ചോദിച്ചില്ല, അപ്പൊ ഏത് പാട്ട് പാടും? ഈ പാട്ട് ഉണ്ട്. അതിന്റെ കൂടെ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ അതിന്റെ മേളിൽ ഒരു ആങ്സൈറ്റി വരും. ഉണ്ട്. അപ്പൊ പിന്നെ മൊത്തത്തിലൊരു സ്നേഹം സന്തോഷമായിട്ടൊക്കെ ഇങ്ങനെ പോവാം. അപ്പൊ സ്റ്റേജിൽ കയറുന്ന സമയത്ത് സൗണ്ട് എഞ്ചിനീയർ നന്നായിരിക്കണം, സിസ്റ്റം നന്നായിരിക്കണം. അത് മസ്റ്റാണ്. കാരണം നമ്മൾ 1-2 വരി പാടുമ്പം നമുക്ക് സ്ട്രെയിൻ ഇല്ലെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും ആ പരിപാടി കൊണ്ടുപോകാം. കാരണം നമുക്ക് ഫീഡ്ബാക്ക് കേൾക്കുന്നവർക്ക്, റിസീവ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് നമ്മുടെ വോക്കലും ബാക്കിയുള്ളതെല്ലാം മിക്സ് ചെയ്ത് കൃത്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കണ്ട. അതാണ് സൗണ്ട് എഞ്ചിനീയർ
അതുപോലെ ബിഫോർ സൗണ്ട് ചെക്ക് കൃത്യമായിട്ട് നടത്തണം എന്നുള്ളത്. കാരണം അതുപോലെ സൗണ്ട് ചെക്ക് നടത്താതെ കുറേ പ്രോഗ്രാംസ് ഞങ്ങൾ പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് അതാണ് ചെയ്ത് അപ്പോൾ ഇപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു സംശയം കാണും. നമ്മളിപ്പോൾ ഉത്സവത്തിനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനാണെങ്കിലും ഈ ഗാനമേള തുടങ്ങുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് ഒരു 8:30 പറയും. ഈ 8:30 മുമ്പ് തന്നെ അവിടെ കുറേ സൗണ്ടുകളും എല്ലാ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സൗണ്ടുകളൊക്കെ വെച്ചിട്ട് ഇവരെന്താണ് ഈ കാണിക്കുന്നത്, പാട്ട് അങ്ങോട്ട് പാടിയാൽ പോരെ, അല്ലെ അറിയാവുന്നവരാണെങ്കിൽ അങ്ങോട്ട് വായിച്ചാൽ പോരെ എന്നുള്ളൊരു ചിന്തയൊക്കെ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കുൾപ്പെടെ ഉള്ളവർക്കൊക്കെ തോന്നിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് ചെക്ക് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒരു ബാൻഡിൻ്റെ ഒരു പ്രോഗ്രാമിന്. ഈ വന്നിരിക്കുന്ന ആളുകളും വന്നിരിക്കുന്ന പാട്ടുകാരും എത്രമാത്രം പ്രോഗ്രാം സക്സസ് ആണോ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ വന്നിരിക്കുന്ന സൗണ്ട് എഞ്ചിനീയറും. ഓക്കെ, സൗണ്ട് ചെക്ക് നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. മണിക്കൂറുകൾക്ക് മുന്നേ ചെയ്ത് നമ്മൾ പ്രിപ്പയർഡ് ആയി നിന്നാൽ മാത്രമേ സ്റ്റേജിൽ പെർഫോം ചെയ്യും. സ്റ്റേജ് പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസ്ട്രാക്ഷൻ ആയിരിക്കും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് പിന്നീട് കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നില്ല. നമ്മളെല്ലാം ബാലൻസ് ചെയ്തും നമുക്കെല്ലാം വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇത് എല്ലായിടത്തും നമുക്ക് പ്രാക്ടിക്കൽ ആയിരിക്കണം എന്നില്ല. നല്ല നല്ല ഷോസ് വരുമ്പോഴത്തേനും നമുക്ക് ഉറപ്പായിട്ടും സൗണ്ട് ചെക്ക് ചെയ്യാം. പക്ഷെ എല്ലായിടത്തും നമുക്കത് പ്രാക്ടിക്കലായിട്ട് കിട്ടണം എന്നില്ല. ഇപ്പൊ ഈ ഉത്സവം പോലുള്ള പരിപാടികൾ പെട്ടെന്ന് കയറേണ്ട സന്ദർഭങ്ങളുണ്ടാവും. ചിലപ്പം നേരത്തെ അവിടെ എന്തെങ്കിലും പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് വേണമായിരിക്കും ചിലപ്പോൾ നമ്മളെ പ്രോഗ്രാമിന് വരാം. അപ്പൊ നമുക്ക് പക്ഷെ നല്ല നല്ല ഷോസ് വരുമ്പം നമുക്ക് എന്തായാലും സൗണ്ട് ചെക്കിനുള്ള സമയം കിട്ടും. പിന്നെ നമ്മള് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കണിശമായിട്ടും സൗണ്ട് ചെക്ക് വെക്കും. പിന്നെ തുടക്കക്കാരൊരു ബാൻഡ് എന്നുള്ള നമുക്ക് കുറെ കാര്യങ്ങൾ ആദ്യം നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അവര് പറയുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. പിന്നീടാണ് നമ്മൾ വളർന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഡിമാൻഡ് ചെയ്ത് പഠിക്കണം. അതൊരു നല്ല കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് എന്താണോ വേണ്ടത് പറയാന്നുള്ളത് നമ്മുടെ കടമയാണ്. പക്ഷെ ആദ്യം നമുക്ക് എല്ലാവർക്കും പറ്റണം എന്നില്ല. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിലാണെന്ന് വന്നൊരു കാര്യം, നമ്മള് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പഠിക്കണം. നമ്മുടേതായ കുറെ വാശികൾ ഈഗോയൊക്കെ ഉണ്ടല്ലോ, ആ സാധനം കട്ട് ചെയ്തേ മതിയാവുള്ളൂ. നല്ലൊരു പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ യു വാണ്ട് ടു ബി പ്രൊഫഷണൽ, അത് കട്ട് ചെയ്യണം. അതെ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്വഭാവവും പ്രശ്നങ്ങളും നമുക്ക് സ്റ്റേജിൽ വെക്കാൻ പറ്റില്ല. അതെല്ലാം മാറ്റി വെച്ചിട്ട് സ്റ്റേജിൽ കയറാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് ബാക്കി എല്ലാവരും നമ്മൾ അഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുവരെ മച്യൂരിറ്റി തിരിച്ചറിവാണ്. ഓക്കെ, ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗംഭീരമായിട്ട് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഫംഗ്ഷനുകളിൽ നിങ്ങളുടെ ബാൻഡിനെ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞതും ഇനിയും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ നമ്മുടെ സർഗക്ഷേത്രയിൽ ഇമ്മിണി വലിയൊരാളിലേക്ക് നിങ്ങളുടെ ബാൻഡ് ഇവിടെ എത്തിച്ചേർന്നതിനും പ്രധാന കാരണം നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷനും നിങ്ങളുടെ ആ ഒരു ഒത്തൊരുമയും തന്നെയാണ്. എന്തായാലും ബാൻഡ് മുന്നോട്ട് പോകുന്നുണ്ട്, നമ്മുടെ ഇമ്മിണി വലിയൊരാളും മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM, സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഇമ്മിണി ബല്യൊരാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇമ്മിണി ബല്യൊരാളല്ല, ഒരു കൂട്ടം ആൾക്കാർ നമ്മളുടെ കൂടെയുണ്ട്. റൂട്ട് 66-ലെ 6 പുലിക്കുട്ടികളാണ്. ആ പുലിക്കുട്ടികളോടാണ് ആർജെ ദിവ്യ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ ആണ്. അതെ, ജൂൺ 21. ഒരുപാട് മ്യൂസിക്കിനെ സ്നേഹിക്കുന്ന, മ്യൂസിക്കിനെ ആരാധിക്കുന്ന, മ്യൂസിക്കിനെ ഒരു തൊഴിലായി തന്നെ കണ്ടുകൊണ്ട് ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മളുടെ ലോകത്തിലുണ്ട്. ഒരുപാട് പ്രതിഭകളുണ്ട്. അവരെയൊക്കെ ഓർക്കാനും അതേപോലെ തന്നെ മ്യൂസിക്കിന്റെ വിവിധ തരത്തിലുള്ള വിവിധ ലെവൽസിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർക്കാനും നമുക്ക് മ്യൂസിക് എത്രത്തോളം പ്രധാനമാണ് നമ്മുടെ ലൈഫിൽ എന്ന് തിരിച്ചറിയാനും ഒക്കെയുള്ള ഒരു ദിവസം തന്നെയാണ് ജൂൺ 21, വേൾഡ് മ്യൂസിക് ഡേ. ആ മ്യൂസിക് ഡേയിൽ ഇന്ന് നമ്മളുടെ കൂടെ നമ്മുടെ സർഗക്ഷേത്രയിൽ ഇമ്മിണി വലിയൊരാളിൽ അതിഥികളായിട്ട് എത്തിയിട്ടുള്ളതും ആ മ്യൂസിക്കിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കൂട്ടം യുവാക്കളാണ്. അവരുടെ അടുത്തേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. യെസ്, ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ് എന്തായാലും ഉണ്ടാവും. എന്തൊക്കെയാണ് നിങ്ങളുടെ ബാൻഡിന് പിന്നിൽ നടക്കുന്ന ഇത്തരം ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ? ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാം വന്നു ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ഒരു ഗ്രൂപ്പിലൊരു ഉത്സവം തന്നെ ആയിരിക്കും. ഒരു പ്രോഗ്രാം വന്ന് എല്ലാവരും എന്താണ്, പിന്നെ ആദ്യം നമ്മൾ എല്ലാവരും അവൈലബിലിറ്റി നോക്കും. നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോഗ്രാം നന്നായിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അവൈലബിലിറ്റി ആയിരിക്കും ആദ്യം നോക്കുക. പിന്നെ സ്ഥലം, എൻ്റെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും അതും, പിന്നെ നമ്മുടെ സൗണ്ട് എന്തോരം കാണും, റിക്വയർമെൻറ്റ്,
നമ്മൾ ഉദ്ദേശിക്കുന്ന സൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുമോ? കാരണം സൗണ്ടാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഓഡിയൻസ് എങ്ങനത്തെ ഓഡിയൻസ് ആയിരിക്കും? അല്ല, അതെ അതെ അതെ, ഇപ്പം പ്രായം കുറഞ്ഞ പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്കറിയാലോ, ഒബ്വിയസ്ലി അവരുടെ അടുത്ത് നമ്മൾ പഴയ ദേവാങ്കണങ്ങൾ അങ്ങനെയൊന്നും അത് ഷൈബിനെ ഉദ്ദേശിച്ചാണ്, ഷൈബിനെ മാത്രം ഉദ്ദേശിച്ചാണ്. ഓക്കെ, അതല്ല യൂത്ത് ആയിട്ടുള്ള ഓഡിയൻസ് ആണെങ്കിൽ അത് പാടിയാലും അവര് അതിനെ സപ്പോർട്ട് ചെയ്യും. അതാണ് അവരുടെ. ഇപ്പം നമ്മുടെ ഹരിശങ്കർ മറ്റേ ഇത് അനീതിപ്രാവിലെ പാട്ടുകളൊക്കെ പാടിയിട്ട് എന്ത് രസമായിട്ടാണ് അവര് അതെടുക്കുന്നത്. പിന്നെ ഓഡിയൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ നോക്കും എന്താണ് പരിപാടി. ഇപ്പോൾ കോളേജിലാണ് പരിപാടിയെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പാട്ടുകൾ സെലക്ട് ചെയ്യും. പിന്നെ ഒരു അമ്പലത്തിലാ പരിപാടിയെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച്. സ്കൂളിലാണെങ്കിൽ വളരെ ഡിഫറെന്റാണ്. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പാട്ടുകളായിരിക്കും പിള്ളേർ ഇങ്ങോട്ട് പറയുന്നത്. ഓക്കെ, ന്യൂജനെ നമ്മൾ പിടിച്ചു നിർത്തുക എന്നുള്ളത് കുറച്ച് പ്രയാസമായിട്ടുള്ള കാര്യമാണ്. രസകരമായിട്ടുള്ള കാര്യം, പിള്ളേരൊക്കെ കണ്ടാ പറയും ഇലുമിനാന്റി പാടാവോ ചേട്ടാന്നൊക്കെ ചോദിക്കും ഇങ്ങനെ വന്നിട്ട്. പിന്നെ കൂടുതൽ 50-60 വയസ്സായവരെ തൃപ്തിപ്പെടുത്താനാണ് പാട്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 40 വയസ്സിന് മുകളിലേക്ക് ഉള്ള ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടാണ്, ടാസ്ക്കാണ്. നമ്മളതിന് ലിസ്റ്റ് ഉണ്ടാക്കണം, കൃത്യമായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. പക്ഷേ യൂത്താണ് നമുക്ക് എന്താ പറയുക, നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഏത് സ്ഥലത്തെ യൂത്ത് ആണെങ്കിലും അവർ അതിൽ സെറ്റാണ്. പ്രത്യേകിച്ച് ബാൻഡ് പ്രോഗ്രാംസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓണാണ് ഫുള്ള്. പിന്നെ ചിലവരുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ ന്യൂ ജനിൽ വന്നിട്ട് പറയും, ഓ ഇവനൊക്കെ കരോക്കെയാണ്, അവന്റെ ആ കീവേഡ് അവൻ അനക്കുന്ന പോലും ഇല്ല, ഇങ്ങനെ പറയുന്നവരുണ്ട്. ചിലപ്പോ അവനൊക്കെ ഞങ്ങൾക്ക് ഇന്ന് പാടുപെട്ടിട്ടായിരിക്കും. എടാ ഞങ്ങള് ടോക്ക് ബാക്ക് എന്ന് പറയും. അതായത് സ്റ്റുഡിയോയില് നമ്മള് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാതെ പോകുന്നവരുണ്ടെങ്കിൽ നമ്മൾ ടോക്ക് ബാക്ക് വെക്കും. അതായത് ഒരാൾ മൈക്ക് വെച്ചിട്ട് അത് കണ്ടക്ട് ചെയ്യും, അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കും. അത് ഇന്റേണൽ ആയിട്ടുള്ള ഒരു സംസാര സംവിധാനമാണ്. നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്തിട്ട് വായിക്കുന്ന കോഡുകൾ തമ്മിൽ പറഞ്ഞു പോകാനായിട്ട്. അപ്പൊ ഞങ്ങള് കഷ്ടപ്പെട്ടൊന്നും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പറഞ്ഞായിരിക്കും പോകുന്നത്. അപ്പോഴും പുറത്ത് നിന്നിട്ട് പറയും ഇവനൊക്കെ കരോക്കെ കണ്ടറിയാം, അല്ലെങ്കിൽ പെൺഡ്രൈവ് ആന്ന് പറയും. ചിലത്തൊക്കെ നമ്മള് പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഒരു ആന്റിയൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഇവന്റെ വയലുമാനെയൊക്കെ ഇട്ടിട്ട്. അത്ര നമുക്ക് എല്ലാരെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കണ്ടുവരുന്നത് എന്താന്ന് വെച്ചാല്, ഈ യൂത്ത് ഇൻസ്റ്റയിൽ കൂടുതലും ട്രെൻഡിങ് ആയി വരുന്ന സോങ്സ്, അതിപ്പോ 90 സോങ്സ് ആവും, അത് ട്രെൻഡിങ് ആയി കയറി വന്നാൽ അവർക്ക് അത് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഒരു സാധനം. ഇനി നമുക്ക് നേരെ പോകാൻ പറ്റുന്ന ഒരു പാട്ടിലേക്കാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വേൾഡ് മ്യൂസിക് ഡേ ആയിട്ട് സർഗക്ഷേത്ര 89.6 FM-ൽ ഇമ്മിണി വലിയൊരാള് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. RJ ദിവ്യയാണ് കൂടെ ഉള്ളത്. RJ ദിവ്യയുടെ കൂടെ റൂട്ട് 66 ഉണ്ട്. ഇപ്പൊ ചില ഇൻസ്റ്റയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ പൊങ്ങി വന്നിട്ടുള്ള നമ്മുടെ പഴയ പാട്ടിന്റെ താളങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈബ് സെറ്റാണ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ഓഡിയൻസ് എങ്ങനെയുള്ള ആൾക്കാരാണ് എന്നുള്ള കാര്യമാണ് അല്ലേ. ചിലപ്പോൾ അവിടെ ചെന്നിട്ട് പാളിച്ചകൾ സംഭവിക്കാറുണ്ടോ? പാളിച്ചകൾ സംഭവിക്കും. ഒന്നാമത്തെ കാര്യം, സംഗീതപരമായിട്ട് ഭയങ്കര വലിയ പാട്ടുകളൊക്കെ എടുക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മൾ കേൾക്കുന്ന ചിലപ്പോൾ അങ്ങനത്തെ പാട്ടുകളൊക്കെ ആയിരിക്കും. സാധാരണക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ, അവർക്ക് കൂടെ പാടാൻ പറ്റുന്ന പാട്ടുകൾ, താളം പിടിക്കാൻ പറ്റുന്ന പാട്ടുകളാണ് ഇഷ്ടം. അല്ലാണ്ട് നമ്മൾ ഭയങ്കര വലിയ പാട്ടുകളൊന്നും എടുത്തിട്ട് പാടിയിട്ടൊന്നും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാവേ. നമ്മൾ ചില പാട്ടുകളൊക്കെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിലോ ഒക്കെ കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. പക്ഷേ ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ എന്ന് കേൾക്കാനോ അല്ലെങ്കിൽ ഒന്ന് വൈബ് അടിക്കാനോ ഒക്കെ ചിലപ്പോൾ നമ്മുടെ ആ പാട്ട് ചിലപ്പോൾ സിങ്ക് ആയിട്ടില്ല ഉണ്ടാവില്ല നമ്മുടെ മൂഡുമായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ചിന്തിച്ചല്ലേ നിങ്ങൾ എന്തോരം അപ്പൊ പണിപ്പുരയിൽ കുറച്ച് പണിയെടുക്കണം. പിന്നെ നമ്മൾ സ്റ്റേജിൽ നമുക്ക് തോന്നും ഓക്കെ ഈ പാട്ട് പോയാൽ നല്ലതായിരിക്കും, നമ്മളെ പെട്ടെന്ന് ആ പാട്ട് എടുക്കും. നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്, നമ്മൾ എങ്ങനെയെങ്കിലും ആൾക്കാരെ ഒന്ന് ഓണാക്കുക, ജയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക്. വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഡിയൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞപ്പം എല്ലാ പ്രായത്തിലും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന അല്ലെ അംഗീകരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ താല്പര്യമില്ലാതെ വന്ന് പരിപാടിക്ക് ഇവന്മാരൊക്കെ ഏതാ പുതിയ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഓൾറെഡി പ്രൊഫഷണലാണ്, അറിയപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ പുതിയതായിട്ട് എമർജ് ചെയ്ത് വരുന്ന സിംഗേഴ്സിനെ അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിനെ എടുക്കുന്ന രീതിയും രണ്ടും രണ്ടാണ്. അപ്പം നമ്മൾ പുതിയതായിട്ട് വരുമ്പം അത്രയും ഒരു സാധനം ഇട്ട് കൊടുത്താലേ ഉള്ളൂ അവർ തിരിച്ച് നമ്മളെ അത്രയ്ക്ക് നന്നായ മാത്രമേ ഉള്ളൂ അവർ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. പിന്നെ ഒരാൾക്ക് അവർക്കൊന്നും ഒരു മൊത്തം പാട്ട് കേൾക്കാനുള്ള ക്ഷമയൊക്കെ നഷ്ടപ്പെട്ടു. നമ്മള് പകുതി ഒന്ന് പാടി വരുമ്പോഴത്തേന് അവർ അടുത്ത പാട്ട് മാറ്റി ഇത് മാറ്റി അടുത്ത് അങ്ങനെയൊക്കെ പറയും. പിള്ളേരൊക്കെ പ്രത്യേകിച്ച് പറയും വേണ്ട ഇത് വേണ്ട അടുത്ത പാട്ട്. ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ള കാര്യം. അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ
നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹൈപ്പിലേക്ക് എത്തിക്കുന്ന കുറച്ച് ആൾക്കാരായിരിക്കും ചിലപ്പോൾ പറഞ്ഞാൽ ഈ നമ്മുടെ ഡ്രമ്മിസ്റ്റ് ആയിട്ടുള്ള ആളും അതേപോലെ തന്നെ ബേസ് ഗിത്താറും അല്ലാത്ത സാധാ ഗിറ്റാറുകാരും അല്ലെ, ലീഡ് ഗിറ്റാറിസ്റ്റുകാരും. അപ്പോൾ ഇവരുടെയൊക്കെ ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ഡ്രസ്സിങ് രീതി ആയിക്കോട്ടെ, ചില സ്റ്റൈലില്ലേ ആ സ്റ്റിക്കിൽ കുറച്ച് പ്രയോഗങ്ങളും ഒക്കെ വെച്ച് നമ്മളെ ചിലപ്പോൾ അങ്ങോട്ട് ഇവിടെ ഗംഭീരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഷൈബിനൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിൽ നിന്നൊന്നും മാറി ഇറക്കുമ്പോഴത്തേക്ക് ഒരു കയ്യടിയൊക്കെ ഗംഭീരമായിട്ട് വായിക്കുന്ന ഷൈൻ ഉണ്ടാവും കീബോർഡ്. അല്ല, ഇന്ന് എല്ലാവരും മ്യൂസിക്കിനെ കുറിച്ച് അത്യാവശ്യം അറിവുള്ള ആൾക്കാരാണ്. ഈ ബേസ് ഗിറ്റാറിനെ കുറിച്ച് പണ്ട് ആൾക്കാർക്ക് അധികം അറിവില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ലൊരു ശതമാനം ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായി തുടങ്ങി. അപ്പം ഒരു ബാൻഡ് പ്രോഗ്രാം കാണാൻ വരുന്ന ഒരാള്, അയാള് എല്ലാ ഇൻസ്ട്രുമെന്റ്സിനെയും ശ്രദ്ധിക്കും. ഇപ്പൊ ലീഡ് ഗിറ്റാറിസ്റ്റ് വായിക്കുന്ന എന്താണ് ശ്രദ്ധിക്കും, ബേസ് ഗിറ്റാറിസ്റ്റ് വായിക്കുന്ന എന്താണ് ശ്രദ്ധിക്കും. പഴയ സൗണ്ട് സിസ്റ്റം അല്ല, പഴയ പെട്ടി പോലത്തെ സൗണ്ട് സിസ്റ്റം ഇല്ല. ഇപ്പൊ അത്യാവശ്യം നല്ല മിക്സിംഗ് ആണ്, അടിപൊളിയാണ്. എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസുകളാണ് കേൾക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും പെർഫോമൻസിനെ ആൾക്കാർ ശ്രദ്ധിക്കും, പാടുന്ന ആളെ മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ജഡ്ജ്മെന്റോടെയാണ് നിങ്ങളുടെ മുന്നിൽ മിക്കവാറും എല്ലാവരും ഇരിക്കാൻ സാധ്യത. ഇവരെന്താണ് കാണിക്കുന്നത് ആ മൈൻഡ് ഇരിക്കുന്നവരാണ് നല്ലൊരു ശതമാനം. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ കുറെ ബാൻഡ് ഉണ്ട്, ഇപ്പൊ കമ്പാരിസൺ വരും. എല്ലാവരും ഇപ്പൊ കൂടുതൽ അവൈലബിൾ ആയല്ലോ ബാൻഡ്സ്, കുറെ ബാൻഡ്സ് അവൈലബിൾ ആയി. അത് മാത്രല്ല, അതായത് ആൾക്കാർ അഡ്വാൻസ്ഡ് ആയി. ആൾക്കാര് പഴയ ആൾക്കാരെ പോലെ അല്ല, ഇപ്പം എന്നും ഈ പ്രോഗ്രാംസ് കാണുവാണ്. പണ്ട് ഒരു റേഡിയോയിലൂടെ ഒരു പാട്ട് കേൾക്കുന്ന പോലെയല്ല, എന്നും അവരുടെ മൊബൈലിൽ എല്ലാവരും അഡ്വാൻസ്ഡ് ആയി. എല്ലാവരും പരിപാടികൾ കാണുന്നു, നല്ല സൗണ്ട് സിസ്റ്റം കാണുന്നു, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാവുന്നു. പിന്നെ ഫാൻസി ആകുമ്പോഴത്തേനാണ് ആൾക്കാർക്ക് എന്തോ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തിട്ട് കൊടുക്കണം. മൈക്കിൾ ജാക്സന്റെ ഒക്കെ ലൈവ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരുപാട് ഫാൻസി ആയിട്ടുള്ള ഡാൻസും പെർഫോമൻസും ഒരുപാട് വരുമ്പോഴത്തേന് ആൾക്കാർക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആവും. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ, കേൾക്കാൻ മാത്രമല്ല ദൃശ്യം കൂടെ ഓക്കെ ആവുമ്പോഴാണ് അവർക്ക് ആ ഒരു മൊത്തത്തിലുള്ള ഒരു പഞ്ച് കിട്ടുന്നത്. ഇനി ലൈറ്റിംഗ് ഒന്ന് കുറഞ്ഞു പോയാലും നിങ്ങൾ ഗംഭീരമായിട്ടിരുന്ന് പാടിയാലും പെർഫോം ചെയ്താലും അവർ പറയും ഒരു സുഖമില്ലല്ലോ മൊത്തത്തിൽ കാണാൻ, അല്ലേ? എന്തായാലും നിങ്ങളുടെ പരിപാടിയൊക്കെ ഗംഭീരം തന്നെയാണ്, ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. നമ്മളൊരു പാട്ട് കേൾക്കാൻ പോവുകയാണ്, അതിനുശേഷം കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി RJ ദിവ്യ ഇവിടെ തന്നെയുണ്ട്. ദിവ്യയുടെ കൂടെ നമ്മളുടെ റൂട്ട് 66 ബാൻഡ് ഫുൾ ഇവിടെയുണ്ട്. അപ്പോൾ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വേൾഡ് മ്യൂസിക് ഡേ ആയിട്ട് സർഗക്ഷേത്ര 89.6 FM-ൽ ഇമ്മിണി വലിയൊരാള് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. RJ ദിവ്യയാണ് കൂടെ ഉള്ളത്. RJ ദിവ്യയുടെ കൂടെ അതേ എനർജിയിൽ ഒരു വൻ ടീം തന്നെയുണ്ട്. യെസ്, റൂട്ട് 66 ഉണ്ട്. നിങ്ങൾ എപ്പോഴും ലൈവ് ആയിരിക്കും, അതായത് ഷോ ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. അത് നിങ്ങൾ വായിക്കുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഇറങ്ങുന്നതിനെ പറ്റി ആയിക്കോട്ടെ, എങ്ങനെയാണേലും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. ഏറ്റവും കൂടുതൽ പറ്റിയിട്ടുള്ള പാളീച്ചകളും ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ വരി മറന്നു പോകാം, ചിലപ്പോൾ വായിക്കേണ്ടടുത്ത് വായിക്കാതെ ഇങ്ങനെ അവർ കൈകൊട്ടുന്നത് നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടാവും. അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ. ആർക്കാണ് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ പാളീച്ചകൾ പറ്റിയിട്ടുള്ളത്? പൊതുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ് കൃത്യനിഷ്ഠത. അത് എല്ലാരും കറക്റ്റ് സമയത്ത് പരിപാടിക്ക് വരത്തില്ല. അത് കറക്റ്റ് ആണ്. എല്ലാരും നല്ല പഞ്ച്വലാണ്. പഞ്ച്വാലിറ്റി ഇല്ലാത്തതിൽ കറക്റ്റ് പഞ്ച്വലാണ്. ആദ്യത്തെ എറർ സംഭവിക്കുന്ന അവിടെയാണ്. കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ നമുക്ക് സൗണ്ട് ചെക്ക് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചിലപ്പോ സൗണ്ട് കറക്റ്റ് ആയെന്ന് വരില്ല ചില സമയം. അല്ല എപ്പോഴും അല്ല, നമുക്ക് എന്തെങ്കിലും വേറെ സാഹചര്യം കൊണ്ട് നമ്മൾ ലേറ്റ് ആവും. പിന്നീട് സംഭവിക്കാന്ന് പറയുന്നത് തെറ്റിപ്പോകുന്നതാണ്. ലൈവാണ്, ലൈവില് തെറ്റാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ലല്ലോ ചെയ്യുന്നത്, ലൈവില് തെറ്റും, സ്വാഭാവികമാണ്. കാരണം ലൈവിലൊരു ഗുണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ റീവൈൻഡ് ഇല്ല, കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ തെറ്റിയ കഥ പറയാൻ എല്ലാവർക്കും ഓരോ കഥകൾ കാണും. ലിറിക്സ് മറന്നു പോകുന്നതായിരിക്കും ആദ്യത്തെ പാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. കാരണം ലിറിക്സ് മറന്നു പോവുക, മൈക്ക് ആൾക്കാരുടെ നേരെ നീട്ടുക, പിന്നെ പാടിയ ലിറിക്സ് തന്നെ 2 പ്രാവശ്യം പാടുക, അതൊക്കെയാണ് കൂടുതലും പാട്ടുകാർക്ക് സംഭവിക്കാറ്. പക്ഷെ അതൊക്കെ നമ്മളൊരു പെർഫോമൻസിന്റെ കൂട്ടത്തിൽ അങ്ങ് ആഡ് ചെയ്യും ചില സമയത്ത്. അതെ, അതൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് വിചാരിക്കും, തള്ളിക്കളയാൻ പറ്റും. ചിലപ്പോ തെറ്റി കഴിയുമ്പോഴത്തേക്ക് ഓഡിയൻസ് നേരെ മൈക്ക് നീട്ടും, തെറ്റിയതായിട്ട് അറിയിക്കില്ല. അങ്ങനെയാണല്ലേ? ഓക്കെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ശ്രോതാക്കൾ വിചാരിക്കുന്നത് ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ, ഞങ്ങളെ പാടിക്കുകയാണെന്നാ വിചാരിച്ചത്. ഓക്കെ,
പിന്നെ നമ്മുടെ ചിന്ത ഇപ്പൊ വയലിനൊക്കെ വായിക്കുമ്പോഴാണ് നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ ഉടനെ അപ്പൊ തന്നെ തെറ്റിപ്പോവും. മറ്റേ നാദസ്വരം വായിക്കുന്നവരുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് പുളി കഴിക്കുന്ന പോലെ ആയിരിക്കും അല്ലേ? ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റി ആരെങ്കിലും താഴെ കണ്ണിർക്ക് കാണിക്കാൻ നോക്കാൻ പോയാൽ നമുക്ക് തെറ്റിപ്പോവും. പിന്നെ ഓരോരുത്തർ പറയും അതാണല്ലേ വയലിൻ പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് സഹനശക്തി വേണമെന്ന് പറഞ്ഞേ. കണ്ണടച്ച് അപ്പൊ നിങ്ങൾ ആസ്വദിച്ച് കണ്ണടക്കുന്നതല്ല, തെറ്റി പോവാതിരിക്കാൻ വേണ്ടിട്ട് കണ്ണടക്കുന്നതാണ്. ഓക്കെ ശരി, എന്തേലും പറയും ഗിച്ചി പറഞ്ഞാട്ടെ. ഒരു ഡ്രമ്മിൽ ആവശ്യമില്ലാതെ ഒരെണ്ണം അടിച്ചാൽ നാട്ടുകാർ മൊത്തം അറിയുന്ന സൗണ്ടാണ്. അപ്പൊ അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിപ്പോവാൻ പറ്റത്തില്ല. ഒന്ന് പറഞ്ഞാട്ടെ. പാളിപ്പോയ അപ്പഴേ ഇവരെന്നെ തൂക്കും. പക്ഷെ ഡ്രമ്മിൽ അടിക്കാൻ വേണ്ടി സ്റ്റിക്ക് വേണം കയ്യില്. ഇടയ്ക്ക് വായിക്കുമ്പോൾ സ്റ്റിക്ക് തെറിച്ചു പോകും. ഈ പറഞ്ഞ ഇവൻ ചേട്ടൻ തന്നെയാണ് എനിക്ക് ഓടി ഒന്ന് എടുത്തു തരും. ഇപ്പഴിങ്ങനെ അടുത്ത സ്റ്റിക്ക് എടുത്തേക്കും. എന്നാലും ഇതുപോലെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പൊ ഗിച്ചു ഡ്രം വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും അഡീഷണൽ ഒരു അസിസ്റ്റന്റ് വേണം. ഇതിനാ പറന്നു പോകുന്ന സ്റ്റിക്ക് എടുത്തോണ്ട് വരാൻ വേണ്ടിട്ട് മാത്രം. ദൂരെ ആയിരിക്കും പോകുന്നത്, 2 പേരുടെ 3 പേരുടെ അപ്പുറത്തൊക്കെ ആയിരിക്കും പോയി. അടിപൊളി. എന്നിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടോ? ശരിക്കും പോയിട്ടുണ്ടോ? പിന്നെ ഇത് ശരിക്കും നടന്നിട്ടുള്ള കാര്യം. സ്റ്റിക്ക് തെറിച്ച് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റിക്ക് എടുക്കും. അപ്പൊ ഒരു പ്രോഗ്രാമിന് ഞാൻ നോക്കുമ്പോ കൈ അനങ്ങുന്നില്ല. ഇതെന്നാ പറ്റി ചേട്ടാ? കൈ പറയാൻ പറ്റത്തില്ല, കണ്ണിൽ ഇങ്ങനെ കാണിക്കുക. അപ്പൊ ഞാൻ ഉടനെ ഓടിപ്പോയി. അവിടെയാണ് നമുക്ക് ടോക്ക് ബാക്കിന്റെ ഗുണം വരുന്നത്. സംസാരിക്കാൻ പറ്റില്ല. ടോക്ക് ബാക്ക് നമ്മൾ ഇതുപോലെ എറണാകുളത്ത് ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ടോക്ക് ബാക്ക് നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. ഒന്ന് ഇന്നിയേഴ്സിൽ കൊടുക്കാം, ഒന്ന് സ്റ്റേജ് മോണിറ്റേഴ്സിൽ കൊടുക്കാം. ഷൈനും ഞാനിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കോഡ്സ്. ഷൈൻ ഇങ്ങനെ കോഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് പെർഫോം ചെയ്യാൻ പിള്ളേരുണ്ട്, കോറസ് ആയിട്ട് കുറച്ച് പിള്ളേരെ നിർത്തിയിട്ടുണ്ട്. ഷൈൻ ഇങ്ങനെ കോഡ്സ് പറയുമ്പോൾ സ്കെയിൽ ഉണ്ടല്ലോ, CDFGAB. അപ്പൊ DD സ്കെയിൽ പറഞ്ഞു തന്നോണ്ടിരിക്കും. എനിക്ക് ഈ ടോക്ക് ബാക്കിൽ പറയുമ്പോൾ മോണിറ്ററിൽ കേൾക്കാം. കോഴ്സ് പാടുന്നത് കുറച്ച് ഫീമെയിൽ ആയിട്ടുള്ളവരാ. പക്ഷെ D എന്ന് പറയും, ഈ ഫീമെയിൽ ആയിട്ടുള്ളവർ തിരിഞ്ഞിട്ട് എന്താ മൈക്ക് വേണമെങ്കിൽ ചോദിച്ചാ പോരെ, അങ്ങനെയാണ്. ശരിക്കും സ്റ്റിക്ക് ഗിച്ചിയുടെ കൂടെ എപ്പോഴും ഒരാൾ വേണം ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ. ആ സ്റ്റിക്ക് എടുത്തിട്ട് വരാൻ വേണ്ടിട്ട് മാത്രം ഒരാള്. ഗിച്ചിക്ക് ഓൾറെഡി ഇതുണ്ട്, ഡ്രം ടെക് ഉണ്ട്. ഡ്രം ടെക് ഉണ്ട്. അവൻ തന്നെയാ സ്പീക്കർ മാറി വരുമ്പോ ഡ്രം വായിക്കുന്ന ആളാണ്. ശരിക്കും ഒരാള് വേണം. ഡ്രമ്മറിനെ ഏറ്റവും കഷ്ടപ്പാട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പരിപാടിക്ക് അസിസ്റ്റൻസിനെ കൊണ്ട് വന്നേക്കുന്നത് ഗിച്ചി തന്നെയാണ്. അതവനെ ചെലവ് കൂട്ടുന്ന ആളാണ്, കൂട്ടത്തിൽ ചെലവ് കൂട്ടുന്ന ആളാണ് ഗിച്ചി. കൂട്ടത്തിൽ ട്രാവൽ ചെയ്യാനും പാട് എനിക്കാണ്. ഇവരാണെങ്കിൽ ഇവർക്കാണെങ്കിൽ എല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഡ്രംസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലോ, പാക്ക് ചെയ്യുമ്പോൾ സമയം എടുക്കും. ഇവര് മറ്റേ ഗിത്താറും വയലിനും ഒക്കെ എടുത്ത് മറ്റേ അതിന് കവറിനകത്തൊക്കെ ഇട്ടിട്ട് പോയിട്ടാ പോവാണേ. പരിപാടി എനിക്കാണ് ചുമ്മാ കയറി ഇരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ പാട്ട് ഇഷ്ടമില്ലാത്തത്. അതെ, ഒന്നും എടുക്കാൻ വേണ്ട, കറക്റ്റ് ആയിട്ട് വന്ന് പാട്ടും പാടിയിട്ട് അവര് കൈയടിയും വാങ്ങിച്ചിട്ട് പോവുകയും ചെയ്യും അല്ലേ? അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട് ആൾക്കാർ. പാട്ടുകാരെ മാത്രമല്ല, എല്ലാവരും ശ്രദ്ധിക്കും. ഇപ്പൊ നമ്മള് സിനിമ കാണാൻ പോകുമ്പോൾ പണ്ട് നടന്മാരെ കണ്ടുപോകുന്ന പോലെ അല്ലേ പിന്നെ ഒരു ഡയറക്ടർ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറിന്റെ പടം നമ്മൾ ഫോക്കസ് ചെയ്ത് കാണാൻ പോകും. ഇപ്പൊ ടെക്നീഷ്യൻ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത് ഇമ്മിണി വലിയൊരാളാണ്. RJ ദിവ്യാണ് കൂടെയുള്ളത്. സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വേൾഡ് മ്യൂസിക് ഡേ ആയിട്ട് സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി വലിയൊരാള് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. RJ ദിവ്യാണ് കൂടെയുള്ളത്. RJ ദിവ്യയുടെ കൂടെ റൂട്ട് 66 ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ശ്രോതാക്കളാണെങ്കിൽ പോലും നമ്മളെല്ലാത്തിനെ പറ്റിയിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കുഞ്ഞറിവെങ്കിലും കാണും. അതിപ്പോ ഒരു ബാൻഡ് ആണെങ്കിൽ പോലും ഇന്ന ബാൻഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ബാൻഡിൽ അങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അറിവും നോളജും അതിനെപ്പറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് ഫേക്ക് കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ വരികൾ തെറ്റുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് തമാശകളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരി തെറ്റിച്ചിട്ടുള്ള ഞാനാന്ന് തോന്നുന്നല്ലേ? അതെ 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 അതെ, എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു അതേന്ന്. അപ്പൊ പാട്ടൊക്കെ തെറ്റുവാണെങ്കിൽ മറ്റേ ഇങ്ങനെ തിരിഞ്ഞിട്ട് ക്ഷമിക്കണം അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല, തിരിയാനൊന്നും പറ്റത്തൊന്നുമില്ല. ശരിയാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ആദ്യം തന്നെ നിങ്ങളെല്ലാരും സോറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുങ്ങും. ലാസ്റ്റ് ഒരാൾ മാത്രം അവിടെ ഇരിക്കും ഡ്രമ്മുമായിട്ട്. ഇതൊക്കെ അടിച്ചു മാത്രമേ എനിക്ക് അടുത്ത പ്രോഗ്രാമിന് പോകാൻ പറ്റൂ. അതല്ല, വരി തെറ്റിയിട്ട് പാട്ട് നിന്ന് പോകത്തില്ല, എന്തെങ്കിലും പാടിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ അങ്ങനെ നിർത്തി ഓടിയിട്ടൊന്നുമില്ല ഇന്ന് വരെ. പക്ഷെ ആ പാടുന്നതായിരിക്കും കോമഡി. ഉണ്ടാക്കി പാടും. ലാസ്റ്റ് ചെയ്ത പരിപാടിക്ക് എനിക്ക് തോന്നുന്നു എന്റെ ഭാഗത്തുനിന്ന് ഇതുണ്ടായിട്ടുണ്ട്. 2 കീബോർഡ് വെച്ചിരിക്കുക. അപ്പം നമുക്ക് വായിക്കാനുള്ള എളുപ്പത്തിന് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞൊരു സെറ്റിംഗ് ഉണ്ട് കീബോർഡിൽ. അപ്പം D സ്കെയിലാണ് പാട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കീബോർഡിൽ ഞാൻ ഓൾറെഡി ട്രാൻസ്പോസ് ഓഫ് ചെയ്ത് വെച്ചേക്കാം.
അപ്പൊ ഇതിന് മുന്നത്തെ പാട്ട് അരക്കട്ട മണ്ടക്കാ പാടി. അപ്പൊ ട്രാൻസ്പോസ് ചെയ്ത് വെച്ചേക്കോ ഡി ഷാർപ്പിലേക്ക്. മണ്ടക്കിട്ടാ പാടിയേ? അല്ല, അരക്കട്ട മണ്ട അങ്ങനെ നമ്മൾ പറയാം, ശ്രുതി കയറ്റുക എന്ന് ഓക്കെ, ഇത് കേൾക്കുന്ന പാട്ടിനെ പറ്റി നന്നായി അറിയാവുന്ന ആൾക്കാര് നിന്നെയൊക്കെ ആരാ പിടിച്ച് അവിടെ ഇരുത്തിയെന്നല്ലേ? ഓക്കെ. അപ്പം ഒരു കീബോർഡിൽ ഞാൻ ഡി ഷാർപ്പിലും മറ്റേ കീബോർഡ് ഡിയിലും ആക്കി വെച്ചേക്കാം. അപ്പൊ ഡിയിലാണ് പാട്ടുമാണ്. അപ്പൊ ഡിയിൽ ഞാൻ പാട്ട് വായിച്ചോണ്ടിരിക്കുക. അപ്പൊ ഓക്കെ, ഈ കീബോർഡായി അപ്പുറത്തെ കീബോർഡ് വായിക്കാം, ഇപ്പുറത്തെ കീബോർഡ് ഇങ്ങോട്ട് തൊട്ട് അരക്കട്ട മേളില് പാട്ട് ഡിയിലും പൊക്കോണ്ടിരിക്കുക. അതൊന്നും ഇങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ടോൺ, ഇത് എന്താ പറ്റിയ തപ്പുക ട്രാൻസ്ഫർ ചെയ്ത് നടക്കുക. തെറ്റുകളോ ശരിക്കും അത്രയും മനോഹരമായിട്ട് പാടിക്കൊണ്ടിരുന്ന ആളെ തെറ്റിച്ചു. അതിനാണ് ഇത്രയും മനോഹരമായ കട്ടകളുടെ പേരൊക്കെ പറഞ്ഞ് എന്നെ ഞെട്ടിച്ചത്. പറഞ്ഞാ പോരായിരുന്നു. പിന്നെ ഇതിനകത്തൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് വന്നാലും അതിനെ വേറെ, അതാണ് ലൈവിന്റെ ബ്യൂട്ടി, അതാണല്ലോ. തെറ്റ് വന്നാലും അതിനെ ഒരു അന്നേരത്തെ ആ സമയത്ത് കാണിക്കുന്ന ഒരു ബുദ്ധി, അത് വെച്ച് അതിനെ എങ്ങനെ മനോഹരമാക്കും. പെട്ടെന്ന് വരി മറന്നു പോയി കഴിഞ്ഞാൽ ഓഡിയൻസിനോട് എന്തായിരുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈവായിട്ട് നടക്കുന്ന പ്രോഗ്രാമിനാണെങ്കിൽ എന്തായാലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതേ ഒരു ടീം സ്പിരിറ്റോട് കൂടി എടുക്കുക, മുന്നോട്ട് പോവുക, പ്രോഗ്രാം ഗംഭീരമാക്കുക. ഈയിടയ്ക്ക് മറ്റേ കൊക്കരക്കോ ആ പാട്ടുണ്ടല്ലോ, അപ്പൊ അതിനകത്ത് അടുത്ത വരി കിട്ടുന്നില്ല. പിന്നെയും ആദ്യത്തെ വരിയും രണ്ടാമത്തെ വരിയും പിന്നെ റിപ്പീറ്റ് ചെയ്തു. യെസ്, അങ്ങനെ നിസ്സാരമായിട്ടുള്ള കുറച്ച് തെറ്റുകൾ മാത്രമേ എന്തായാലും ഇവർക്ക് മാത്രമല്ല എല്ലാവർക്കും പറയാനുണ്ടാവും. ഇത് കേൾക്കുന്ന എല്ലാവർക്കും കൊന്നാലും പഠിച്ചിട്ട് വരത്തില്ല, പക്ഷെ വേണ്ടി തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ഇമ്മണി വലിയൊരാള് ഇനി ഒരു പാട്ട് കേൾക്കാൻ പോവുകയാണ്. കൂടെയുള്ളത് RJ ദിവ്യയാണ്. RJ ദിവ്യയുടെ കൂടെ റൂട്ട് 66 മുഴുവൻ ആൾക്കാരും ഉണ്ട്. അതേ പവറോട് കൂടി നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി വലിയൊരാളിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം നൽകുകയാണ്. കൂടെയുള്ളത് RJ ദിവ്യയാണ്. RJ ദിവ്യയുടെ കൂടെ മ്യൂസിക് ബാൻഡ് ആയിട്ടുള്ള റൂട്ട് 66 എല്ലാവരും എത്തിയിട്ടുണ്ട്. ആ ഒരു ബാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ യൂത്താണ്. അത്രയും അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് കോട്ടയത്തിന്റെ പല ഫംഗ്ഷനുകളിലും അതേപോലെ തന്നെ ഗംഭീരമായിട്ട് കോട്ടയത്തിന് പുറത്തും പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 6 യുവ പ്രതിഭകൾ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ കൊറോണയ്ക്ക് ശേഷം എന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ. കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷം എന്ന് പറയാൻ കാരണം കൂടുതലും സ്കില്ല് അപ്സ്കെയിൽ ചെയ്തിട്ടുള്ളത് നമ്മളുടെ കൊറോണയ്ക്ക് ശേഷമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളുടെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ അത് പല രീതിയിലാവാം അവരുടെ സ്കില്ലിനെ അവർ തിരിച്ചറിയുകയും അത് അപ്സ്കെയിൽ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് മ്യൂസിക് ബാൻഡ് അതിനുശേഷം വന്നിട്ടുമുണ്ട്. നിങ്ങളുടെ റൂട്ട് 66 എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഞങ്ങൾ കൂടുതലും ലൈവ് പെർഫോമൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സാധാരണ ആൾക്കാർക്ക് അറിയാവുന്ന പാട്ടുകളായിരിക്കും ഞങ്ങൾ കൂടുതലും ചൂസ് ചെയ്യാറ്. പിന്നെ ഒരു മൾട്ടി ജോണർ സെറ്റപ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാ ടൈപ്പ് പാട്ടുകളും പാടണം എന്നാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. എന്നാലും നമുക്ക് എല്ലാവരെയും നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പല പർട്ടിക്കുലർ ജോണർ മാത്രം ഫോളോ ചെയ്യുന്ന ഒരുപാട് ബാൻഡുകളുണ്ട്. പിന്നെ ഞങ്ങൾ അറിയാമല്ലോ, ഞങ്ങൾ 7 പേരും 7 മ്യൂസിക് ടേസ്റ്റ് ഉള്ളവരായിരിക്കും. നമുക്ക് എല്ലാ സോങ്ങുകളും ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ ജോണർ ആവാം, പക്ഷെ എന്നാലും നമുക്ക് ആൾക്കാർ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ തരം പാട്ടുകൾ തന്നെ എടുത്താലേ പറ്റുള്ളൂ. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ പാട്ട് എടുക്കുമ്പോഴാണ് ശരിക്കും ഇൻസ്ട്രുമെന്റ്സ് ആഡ് ചെയ്യുന്നത് അല്ലേ? ഇൻസ്ട്രുമെന്റ്സ് ആരൊക്കെ വേണം? നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരിൽ ഗിറ്റാറിസ്റ്റ് ഉണ്ട്, മെയിൻ ഗിറ്റാറിസ്റ്റ് ഉണ്ട്, ബേസ് ഗിറ്റാറിസ്റ്റ് ഉണ്ട്, ഡ്രമ്മിസ്റ്റ് ഉണ്ട്, പിന്നെ വോക്കലിസ്റ്റ് ഉണ്ട്, വയലിനിസ്റ്റ് ഉണ്ട്, കീബോർഡിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇത്രയും പേരുള്ള സ്ഥിതിക്ക് ഇനിയും ആരൊക്കെയാണ് നിങ്ങളുടെ ഇതിലേക്ക് പറയാനുള്ളത്, ഇനി നിങ്ങളുടെ ടീമിലുള്ളത്? ഒരു ഫ്ലൂട്ട് വായിക്കുന്ന ആളുണ്ട്, നാദസ്വരം വായിക്കുന്ന ആളുണ്ട്, മൃദംഗം വായിക്കുന്ന ആളുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യമനുസരിച്ച് നമ്മൾ തബല വായിക്കുന്നവരെയും പെർക്കഷൻ വായിക്കുന്നവരൊക്കെ ആഡ് ചെയ്യും. അത് പ്രോഗ്രാമിന്റെ വലിപ്പം അനുസരിച്ചായിരിക്കും. പ്രോഗ്രാമിന്റെ ബഡ്ജറ്റ് ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ബേസിക് ആയിട്ട് നമുക്ക് ചില ഇൻസ്ട്രുമെന്റ്സ്, കീബോർഡ്, ഗിറ്റാർ, ഡ്രം, അങ്ങനെയുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു 4-5 പേര് എപ്പോഴും ക്രൂവിൽ കാണും. പിന്നെ പ്രോഗ്രാമിന്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ ആൾക്കാരെ ഇങ്ങനെ ആഡ് ചെയ്തോണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ബഡ്ജറ്റ് ബേസ് ആണോ പ്രോഗ്രാം എടുക്കുന്നത്, അതോ ഇപ്പൊ നിങ്ങളെ പോലെ തന്നെ ഒരു ബാൻഡ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ? അവരിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? മെസ്സേജ് ഇതെല്ലാം ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിപാടിയാണ്. കൂട്ടായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും പേര് ഒരുമിച്ച് നിന്ന് പോവുക, ഈഗോ ഇല്ലാണ്ട് പോവുക, കൂട്ടത്തിലുള്ളവരുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.
പിന്നെ മ്യൂസിക് ഫീൽഡാണ്, യാതൊരു ഉറപ്പും ഇല്ല. പിന്നെ നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പം ചുമ്മാ നമ്മളൊരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത്, നമ്മൾ പഠിച്ച് ചെയ്യുമ്പോഴും പഠിക്കാണ്ട് ചെയ്യുമ്പോഴും അതിൻ്റെതായ വ്യത്യാസങ്ങൾ എല്ലാത്തിലും കാണും. അപ്പം ആദ്യം പഠിക്കുക, പിന്നെ കൂട്ടായിട്ട് ചേരുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പം ഞങ്ങളെല്ലാവരും വലിയ വലിയ ആർട്ടിസ്റ്റാന്ന് വിചാരിക്കുക. ആർട്ടിസ്റ്റുകളുടെ അറിവും അവരുടെ എക്സ്പീരിയൻസും കൂടുന്നതനുസരിച്ച് ഇവന്മാർ മടിയന്മാരാവും. എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യാൻ വരത്തില്ല. കാരണം ഞങ്ങൾക്ക് അറിയാം, ഓക്കെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോന്നുള്ള മനസ്സ് അവർക്ക് എപ്പോഴും കാണും. അപ്പോൾ ഒരു എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൂട്ടായിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് പോകാൻ പാടുള്ളൂ. ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ഒരു പരിപാടിക്ക് എല്ലാവരും കൂട്ടായിട്ട് ഇറങ്ങിയാൽ മതി എന്നായിരിക്കും അല്ലെ? അല്ലെ തുടക്കത്തിന്റെ വെപ്രാളം മാത്രമായി കാണുള്ളൂ. കാരണം റിസൾട്ട് കിട്ടാൻ ഒരുപാട് സമയം എടുക്കും. നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബാൻഡാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾ എടുക്കും. പല ബാൻഡുകളും നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഫോം ആവും, പലരും ചോർന്നു പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ ബാൻഡിന് ഒരു മുൻതൂക്കം നൽകണം, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്കിൽ അപ്സ്കെയിൽ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ടാവും. അവരോടൊക്കെ ഇവർക്ക് പറയാനുള്ളതും ആ ഒരു കാര്യം തന്നെയാണ്. എല്ലാം ശ്രദ്ധിച്ച് കാര്യങ്ങളെ കാര്യഗൗരവത്തോടു കൂടിയും പിന്നെ ഇതിന്റെ ഓരോ അവസ്ഥകളും മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ദേ ഒരു പാട്ട് കേട്ട് ഇമ്മണി വലിയൊരാൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുകയാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM, സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ നമ്മളിത് ഇമ്മണി വലിയൊരാളിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്മണി വലിയൊരാളിൽ ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ആരാണ് കൂടെ ഉള്ളത്? RJ ദിവ്യയാണ്. RJ ദിവ്യയുടെ ഒപ്പമുള്ളത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. യെസ്, റൂട്ട് 66-ലെ യുവ പ്രതിഭകളാണ്, അടിപൊളി പിള്ളേരാണ്. അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ ഒരു ചുവടുവെപ്പിൽ നമ്മൾ സർഗക്ഷേത്ര 89.6 FM അവരുടെ കൂടെ കൂടുകയാണ്. അവരുടെ വിശേഷങ്ങൾ അറിയുകയാണ്. ആ ഒരു വിശേഷങ്ങൾക്കിടയിൽ ഞാൻ ചെറിയൊരു ഗെയിം കളിപ്പിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. റെഡിയാണോ ഗൈസ്? യെസ്, എല്ലാവരും റെഡിയാണ്. അപ്പോൾ ഇനി ശരിക്കും ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യത്തിന് നിങ്ങൾ ഓരോരുത്തരും മറുപടി നൽകണേ. ഓക്കെ, ആ മറുപടിയിൽ ഏറ്റവും കൂടുതൽ പേരുകൾ വരുന്നവർക്ക് നമുക്ക് ആ ഒരു അവാർഡ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഓരോരുത്തരും മൈക്ക് കൈമാറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്കില്ലിലേക്ക് നിങ്ങൾ തിരിച്ചെത്തേണ്ടതാണ് എന്ന് പറയുകയാണ്. ഒരറ്റത്തുനിന്ന് നമുക്ക് തുടങ്ങാം. ഷൈനെ പറഞ്ഞാട്ടെ, സ്ഥിരം തെറ്റിക്കുന്ന ഒരാൾ ആ പടി എനിക്ക് തന്നെ തരുക. ഓക്കെ, ഷൈന് തന്നെ കൊടുക്കുകയാണ്. അടുത്ത ആള് ആ ഒരു അവാർഡ് ആർക്ക് കൊടുക്കും? ഇപ്പം എബിൻ ചേട്ടന് കൊടുക്കാം, കാരണം എബിൻ ചേട്ടൻ തെറ്റിച്ചാലും ആരും അറിയത്തില്ല. എബിൻ ചേട്ടന് കൊടുത്തിട്ടുണ്ട്. അടുത്ത അതുൽ. ഞാൻ തെറ്റിക്കാറില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ തെറ്റിക്കും, അതിൽ ഒരുപാട് തെറ്റാൻ സാധ്യതയുള്ളത് ഞാനും തെറ്റിക്കും. ഓക്കെ, അതെ ഞാനും തെറ്റിക്കും. ഞാനും തെറ്റിക്കാറുണ്ട്. എല്ലാരും തെറ്റിക്കും. എല്ലാരും തെറ്റിക്കുന്നോണ്ട് ആർക്കും എല്ലാരും തെറ്റിക്കുമെന്നല്ല ചോദിച്ചത്, ഷൈവിൻ തെറ്റിക്കുമെന്ന് ചോദിച്ചത്. ഇനി ഞാൻ കാര്യം പറയട്ടെ, സ്ഥിരം തെറ്റിക്കുന്ന ആളെ തേടിയിട്ടുള്ള ഈ അവാർഡ് ഞാൻ മൊത്തത്തിൽ റൂട്ട് 66 എന്ന് എഴുതിയിട്ട് തന്നെ അങ്ങ് തരാണ്. നിങ്ങൾ എല്ലാരും പങ്കിട്ടെടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇനി അടുത്തതായിട്ട് പഞ്ച്വാലിറ്റിയുടെ കാര്യം നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ആരെയാണ് ഇനി സ്വന്തം പേര് പറയാൻ പറ്റില്ല കേട്ടോ. ഈ ഗെയിമിൽ സ്വന്തം പേര് ഇനിയും പറയാൻ പറ്റില്ല. അടുത്തായിട്ട് ചോദിക്കാൻ പോകുന്നത് താമസിച്ച് എത്തുന്ന ആൾ. അതുൽ. ഞാൻ ചിക്കു. ഓക്കെ, ഷൈൻ. അതിലേട്ടൻ എന്നോട് ക്ഷമിക്കണമെന്ന്. ഓക്കെ, അതിലേട്ടനും ഷൈനും താമസിച്ച് അവൻ എത്താറില്ല, എത്തുന്നില്ലല്ലോ, അവനെ പോയി പിക്ക് ചെയ്യാ നമ്മള് ചെയ്യുന്നത്. പണ്ട് തൊട്ടേ അങ്ങനെ. എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ, കൊച്ചിലെ തൊട്ട് നേരത്തെ സ്കൂളിൽ പോകാൻ എണീറ്റാലും ഞാൻ ലേറ്റ് ആവും. അത് കലാകാരന്മാരുടെ ഒരു ഇതാന്നൊക്കെയാണ് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയുന്നത്. അത് കേട്ടിട്ട് അവൻ കൂടിയിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ എന്തായാലും താമസിച്ച് എത്തുന്ന ആൾ എന്നിട്ടുള്ള ആ ഒരു ഫലകം നമ്മൾ കൊടുക്കുന്നത് അതിനാണ്. ഓക്കെ, അടുത്തായിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോൺ ഔട്ട് ആവുന്ന ആൾ ഷൈബിൻ ചേട്ടായി. ഓക്കെ, ഷൈബിനാണ് അടുത്തത്. ഷൈബിൻ ചേട്ടൻ. ഓ, ഷൈബിൻ തന്നെ ഇങ്ങനെ കിളി പോയ പോലെ നിൽക്കുന്നതാണ്. ഓക്കെ, അത് ഷൈബിൻ ചേട്ടൻ പറയാറുണ്ട് നമ്മളടുത്ത്, അതുകൊണ്ട് ഷൈബിൻ ചേട്ടൻ. ഓക്കെ, ഷൈബിൻ ചേട്ടൻ സ്വന്തമായിട്ടൊക്കെ പറഞ്ഞോ? ഞാൻ തന്നെ, അത് ഞാൻ തന്നെ. ഓക്കെ, അങ്ങനെ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളാ പരിപാടിയുടെ ഇതില് പരിപാടിക്കാന്ന് മറന്നു. പക്ഷെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വോക്കലിസ്റ്റ് ആണേ. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ സോൺ ഔട്ട് ആയി പോയി ആരും അറിയത്തില്ല, അതുകൊണ്ടല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സോൺ ഔട്ട് ആവുന്ന ആൾ എന്നുള്ള ആ പ്രശസ്തമായ ഫലകം നമ്മൾ ആർക്ക് കൊടുക്കുന്നു? ഷൈവിന് കൊടുക്കുന്നു. അടുത്തതായിട്ട് ചോദിക്കുന്നത് തെറ്റിയാലും സമ്മതിക്കാത്ത ആൾ. ഷൈൻ. ഓക്കെ, അതുല്. പോരട്ടെ.
ഞാൻ ഇവന്മാരുടെ തെറ്റുകളിൽ അങ്ങനെ ബോധപ്പെടാറില്ല. കാരണം എനിക്ക് ആവശ്യത്തിനധികം തെറ്റുകളുണ്ട്. ഞാൻ സോണിലില്ലല്ലോ. ഓൾറെഡി നമുക്ക് ലൈവില് തെറ്റ് വരുമെന്ന് പ്രതീക്ഷയോടെ പോകുന്നതുകൊണ്ട് അങ്ങനെ അത് ശ്രദ്ധിച്ചു വെക്കാറില്ല. ഷൈനാണ് തെറ്റിക്കുന്നതാണ് ഇവന്മാര് പറയുന്നത്. അതുകൊണ്ട് ഞാനും അതിനോട് യോജിക്കുന്നു. എല്ലാരും സ്വന്തമായിട്ട് വേണം തെറ്റിക്കൂന്ന് പറയും. വേറൊരാള് നീ തെറ്റിച്ചു എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. അതാന്ന് തോന്നുന്നു സത്യം. അതൊരു സത്യമാണ്. ഓക്കെ, എന്തായാലും കേട്ടത് വെച്ചിട്ട് എനിക്ക് ഒരാൾക്കാണ് പ്രശസ്തമായ ഫലകം കൊടുക്കാൻ തോന്നുന്നത്. സമ്മതിക്കാത്ത ആൾ, തെറ്റിയാലും സമ്മതിക്കാത്ത ആൾ ആരാണ്? എല്ലാരും ഒരു കൈയടിച്ചു കൊടുക്കുക. യെസ്. അപ്പൊ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവാർഡ് ദാനമാണ് കൊടുക്കുന്നത്. ഏറ്റവും നല്ല പെർഫോമർ. അത് ചിലപ്പോ ഞാനായിരിക്കും. അത് ഓരോ പ്രോഗ്രാമിനെ ആശ്രയിച്ചിരിക്കും. പെർഫോമർ എന്ന് പറയാൻ പലരും പല ഇൻസ്ട്രുമെന്റ് ആണല്ലോ. ഇപ്പൊ അന്ന് നമ്മുടെ പുഷ്പഗിരിയില് ചർച്ചിലെ പ്രോഗ്രാമിന് നന്നായിട്ട് പെർഫോം ചെയ്ത ഫ്ലൂട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ ഇപ്പൊ ചില ദിവസങ്ങളിൽ ഗിച്ചി അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. ചിലപ്പോൾ ബേസ് ഗിറ്റാറിസ്റ്റ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം കണ്ടെത്തിക്കോളൂ. ഓരോ സ്ഥലങ്ങളിൽ ഓരോ ആൾക്കാർ. ഇപ്പൊ എല്ലാ പ്രോഗ്രാമുകളിലും നന്നായി പാടാൻ എനിക്ക് പറ്റില്ല. ചില ദിവസങ്ങളിൽ എനിക്ക് നന്നായി പാടാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ഫംഗ്ഷനും അതിന് നന്നായിട്ട് വയലിൻ പ്ലേ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഞങ്ങൾ അംഗീകരിച്ചില്ല. അങ്ങനെയല്ല, നമ്മളൊരു പ്രോഗ്രാമിന്റെ ആ ഡേയിലെ നമ്മുടെ മൂഡ് പോലെ ഇരിക്കും. നമുക്ക് നല്ല ഇപ്പൊ നമ്മുടെ റിക്വയർമെന്റ് സംഭവം എല്ലാം കിട്ടി, നമുക്ക് നമ്മൾ വായിക്കണ സാധനം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ആദ്യത്തെ പാട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആദ്യത്തെ പാട്ട് നന്നായിട്ട് പോയാൽ നമുക്ക് നല്ല രസമായിരിക്കും ബാക്കി മുമ്പോട്ട്. സൗണ്ട് അതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞിട്ട് ഞാൻ 6 പേർക്കും അവാർഡ് അങ്ങ് തരികയാണ്. ഇത് കഴിഞ്ഞിട്ട് കാണാം അല്ലേ? ഈഗോ ഹെർട്ട് ആവും. ഓക്കെ, അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് നമ്മൾ അവാർഡ് ദാനമൊക്കെ കൊടുത്ത സ്ഥിതിക്ക് ഇനി നേരെ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM, നമ്മുടെ സ്വന്തം ഇമ്മിണി വലിയൊരാളില് നമ്മൾക്ക് അതിഥികളായി എത്തിയിരിക്കുന്നത്. ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, വേൾഡ് മ്യൂസിക് ഡേ ആണ്. റൂട്ട് 66 എന്നിട്ടുള്ള ബാൻഡിൽ നിന്നും എത്തിയിട്ടുള്ള നമ്മളുടെ അതുല്യ പ്രതിഭകളായിട്ടുള്ള 6 പേർ ഇങ്ങനെ എൻ്റെ മുന്നിൽ നിരന്നിരിക്കുമ്പോൾ ഇനി നമുക്ക് പാട്ടുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ടാസ്ക് കൊടുത്തില്ലെങ്കിൽ അതൊരു മോശമായി പോകില്ലേ എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് തന്നെ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ടാസ്കിൽ ഇവർ വിജയിക്കുമോ ഇല്ലയോ, ഇവർക്ക് ഒത്തൊരുമയുണ്ടോ എന്ന് മാത്രമാണ് എനിക്കറിയേണ്ടത്. ഗംഭീരമായിട്ട് ഇവർ റെഡി ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മൾ കൊടുക്കാൻ പോകുന്ന ടാസ്ക് അത്ര ഗംഭീരമല്ല, കുറച്ച് പണിയുള്ളതാണ്. നിങ്ങൾ റെഡി അല്ലേ ഗായ്സ്? എന്ത് ടാസ്കിനെയും നിങ്ങൾ നേരിടും എന്നാണ് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് ഞാനൊന്ന് നോക്കട്ടെ. ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, ഞാനൊരു വാക്ക് പറയും. ആ വാക്ക് അതായത് ആ വാക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാട്ട് കറക്റ്റ് ആയിട്ട് പാടി തിരിച്ച് എനിക്ക് മറുപടി തരിക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യത്തെ വാക്ക് പച്ച. പച്ചനിറമേ പച്ചനിറമേ ഇച്ചയിൽ മുട്ടും പച്ചനിറമേ പുല്ലിൻ സിരിപ്പും പച്ചനിറമേ എനക്ക് സമ്മതം തരുമേ. പച്ചനിറമേ പച്ചനിറമേ ഇലയിൻ നിലമേ പച്ചനിറമേ ഉന്തൻ നരമ്പും പച്ചനിറമേ എനക്ക് സമ്മതം തരുമേ. എനക്ക് സമ്മതം തരുമേ. എനക്ക് സമ്മതം തരുമേ. ഓ ഓ ഓ മഴ 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 മഴയേ തൂമഴയേ വാനം തൂന്ന പൂങ്കുളിരേ വാനം തൂന്ന പൂങ്കുളിരേ കണ്ടുവോ എൻ്റെ കാതലിയേ. അടുത്തത് പൂവ്. പൂവേ ചെമ്പൂവേ ഉൻ വാസം വരും വാസം ഉൻ വാസൽ ഉൻ പൂങ്കാവനം വായ് പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ. പൂവേ ചെമ്പൂവേ. പ്രണയം.
പെയ്യും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗരാമഴ. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചിന്ന. சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து விட்ட ஆசை, வெண்ணிலவை தொட்டு முத்தமிட ஆசை, என்னை இந்த பூமி சுற்றி வர ஆசை. சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை, வெண்ணிலவை தொட்டு முத்தமிட ஆசை, என்னை இந்த பூமி சுற்றி வர ஆசை. അങ്ങനെ ഗംഭീരമായിട്ട് നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ തിരിച്ച് നമ്മളുടെ ഇമ്മിണി ബല്ലിരാളിലേക്ക് വരുമ്പോഴേ എനിക്ക് പറയാനുള്ളത് ഒരു സാഡ് കാര്യമാണ്. ഇത്രയും നേരവും ഞാൻ ഇവരോട് സംസാരിച്ച് പാട്ടുകൾ കേട്ടു, വിശേഷങ്ങൾ അറിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ഇമ്മിണി ബല്ലിരാളിൽ നിന്നും നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. യെസ്, ത്രില്ലടിച്ചിരിക്കുകയാണ്. കാരണം ഇനിയും ഒരുപാട് സമയമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് പെർഫോമൻസ് ഇവരെ കൊണ്ട് ഇവിടെ നടത്തിക്കുമായിരുന്നു. എന്തായാലും സർഗക്ഷേത്ര 89.6 FM ഈ റെക്കോർഡിംഗ് റൂം ഒരു ചെറിയ കൺസേർട്ട് നടക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട്. എന്തായാലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. കൂടുതൽ വിശേഷങ്ങൾ അറിയാം, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിക്കാം. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഇമ്പിണി ബല്ലിരാള് ഇങ്ങനെ തകർത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് നിങ്ങൾക്ക് മൊത്തത്തിൽ ഈ ഒരു ദിവസത്തെ പറ്റി പറയാനുള്ളത്? താങ്ക്സ് ടു സർഗക്ഷേത്ര ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. പിന്നെ ഈ മ്യൂസിക്കിലോട്ട് വരാൻ താല്പര്യമുള്ളടത്ത് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, പണിയെടുക്കുക, അത്ര തന്നെ, അടിച്ചു പൊളിക്കുക. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഹാപ്പി മ്യൂസിക് ഡേ എല്ലാവർക്കും. താങ്ക് യു സർഗക്ഷേത്ര നമ്മളെ വിളിച്ചതിന്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് കുറേ സ്റ്റുഡൻസ് പിള്ളേരിങ്ങനെ മ്യൂസിക്കിൽ അവർക്ക് കുറച്ച് ആക്റ്റീവായിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പം വേണ്ടാത്ത ശീലങ്ങളിലേക്കൊക്കെ പോകുന്ന കുറേ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് വരുന്ന കുറച്ച് പിള്ളേരെ നമ്മൾ അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പം പങ്കെടുക്കാൻ സാധിച്ചതിൽ. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, നമ്മളൊരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചറിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കുണ്ടാക്കാൻ പറ്റുന്ന സിഗ്നേച്ചർ ഉണ്ടാക്കി മറ്റു ആൾക്കാരെ അത് കേൾപ്പിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കിച്ചിൻ പറഞ്ഞ പോലെ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക, എന്നാലേ ഒരു ബെറ്റർ റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ. ഞാൻ സർഗക്ഷേത്രയിൽ ഒരു 7-8 മാസം കീബോർഡ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഈ ഒരു സർഗക്ഷേത്ര ഫാമിലിയായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ട്. ഓ, അടിപൊളി അടിപൊളി. വളരെയധികം നന്ദി സർഗക്ഷേത്ര ഞങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിൽ. പിന്നെ എല്ലാ പുതിയ കുട്ടികൾക്കും ആർക്കും വേണമെങ്കിലും പ്രായഭേദമന്യേ നമുക്ക് ഇൻസ്ട്രുമെൻസും പാട്ടൊക്കെ പഠിക്കാവുന്നതാണ്. ഈ വേൾഡ് മ്യൂസിക് ഡേയിൽ ഒരു മ്യൂസിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. പിന്നെ പുറമേ നോക്കുമ്പോൾ വളരെ ഫാൻസി ആയിട്ട് തോന്നുമെങ്കിലും ഒരുപാട് കഷ്ടപ്പാട് ഇതിൻ്റെ പുറകിലുണ്ട്, ഒരുപാട് വർഷത്തിൻ്റെ. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആരും നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലേ നമുക്ക് ഒരു ഫ്യൂച്ചർ ഇതിൽ നിന്നുണ്ടാവുള്ളൂ. എന്തായാലും താങ്ക് യു ഓൾ. ആദ്യമേ തന്നെ സർഗക്ഷേത്രയ്ക്ക് ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ സർഗക്ഷേത്രയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ മ്യൂസിക് ലൈഫിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ 2 ആൽബം റിലീസ് ചെയ്ത സമയത്ത് സർഗക്ഷേത്ര റേഡിയോ FM അന്ന് ആ 2 പാട്ടുകളും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ മ്യൂസിക്കൽ ഡേയിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ കേൾക്കുന്ന ഓരോ മ്യൂസിക്കിലും ഓരോ ആൾക്കാരുടെയും സ്ട്രഗിളുണ്ട്. ആ പാട്ട് സൃഷ്ടിക്കുന്ന ആളുകളുടെയും അതുപോലെ പാടുന്ന ആളുകളുടെയും. അപ്പം ആ പാട്ടുകൾ കേൾക്കുമ്പോൾ എൻജോയ് ചെയ്യുന്നതോടൊപ്പം അവരെയും കൂടെ നമ്മളൊന്ന് ഓർക്കുക. ആദ്യം തന്നെ സർഗക്ഷേത്ര ഞങ്ങളെ ഈ പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന് വളരെയധികം നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും വേൾഡ് മ്യൂസിക് ഡേ ആശംസിക്കുന്നു. പാട്ടുകൾ കേൾക്കുക, നല്ല വൈബായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് നമ്മളുടെ ഇമ്മിണി വലിയൊരാള് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്, അടിവരയിടാൻ പോവുകയാണ്. ആർജെ ദിവ്യ ഇവരുടെ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് പോവുകയാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM
വേൾഡ് മ്യൂസിക് ഡേയിൽ നമ്മളോടൊപ്പം ഇത്രയും നേരം ഇവിടെ ഇരുന്ന് നമ്മളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള റൂട്ട് 66-ന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും അതുപോലെ തന്നെ ആശംസയും നേരുകയാണ്. ഇനിയും ഉയരത്തിലേക്ക് എത്തട്ടെ. ഒരുപാട് പരിപാടികൾ പലയിടത്തും നിങ്ങളുടെ പോസ്റ്റേഴ്സ് കാണാൻ സാധിക്കട്ടെ. നമ്മുടെ സർഗക്ഷേത്ര എപ്പോഴും കൂടെ കാണും. ഇത് സർഗക്ഷേത്ര പ്രേക്ഷകരും കൂടെ കാണും. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.